once again I really congratulate all of your great effort to come here. എനിക്കറിയാം 3 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക് ഫോർ അല്ലേ വി കേരളൈറ്റ്സ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ അമ്മമാരെന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടായിരിക്കും അല്ലേ ഇവിടെ ഇരിക്കുമ്പോഴും നമുക്കിപ്പോൾ വീട്ടിലെ പല കാര്യങ്ങൾ ഓർത്തിട്ടുള്ള ടെൻഷൻസ് കാണും. ഉച്ചയ്ക്ക് എല്ലാവരും ആഹാരം കഴിച്ചോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിയോ, ഇനി ചൂടാക്കാതെ കഴിച്ചോ അല്ലേ, സോ മെനി ടെൻഷൻസ്. ഇവിടെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു 3 ദിവസം നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തതിൽ ഞാൻ സഭയെയും അതുപോലെ മതമറിയെയും സമാജത്തെയും നിങ്ങളെ ഓരോരുത്തരെയും അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ സ്ത്രീകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വി ആർ റിയലി മെന്റ് ടു ബി ഇൻ കംഫർട്ട് സോൺ അല്ലേ. എപ്പോഴും നമ്മളുടെ കംഫർട്ട് സോണിനകത്തിരിക്കാനാണ് സ്ത്രീകൾക്ക് മാത്രമല്ല മോസ്റ്റ്ലി മനുഷ്യൻ്റെ ഒരു നേച്ചറാണ് അല്ലെ. ഒരു കംഫർട്ട് സോണിനകത്തായി കഴിഞ്ഞാൽ ആ സോണിനകത്ത് തന്നെ ഇരിക്കാനുള്ള ഇഷ്ടം. അതിനിപ്പം സൈക്കോളജിക്കലി പറയുന്നത് അതൊരു ക്രോണിക് ഇൽനെസ് ആണെങ്കിൽ പോലും, ഒരു ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലത്തുള്ളൊരു രോഗമാണെങ്കിൽ പോലും കുറച്ച് നാൾ ആ രോഗം നമുക്കുണ്ടായി കഴിയുമ്പം പിന്നെ ആ രോഗം ഇല്ലാതാകുമ്പോഴാണ് എന്തെങ്കിലും ഒരു പ്രശ്നം. ഇത് നമ്മൾ സൈക്കോളജി പറഞ്ഞതല്ല, വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. 38 വർഷം ഷിലോഹാം കുളക്കടവിൽ കിടന്ന പക്ഷവാതക്കാരൻ 38 വർഷം കൊണ്ട് അവിടെ കിടക്കുകയാണ്. ഞാൻ നോക്കിയിട്ട് അവന് മാത്രമേ ഉള്ളൂ കർത്താവ് അങ്ങനെ അങ്ങോട്ട് ചെന്നങ്ങ് സൗഖ്യം കൊടുത്തത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കംഫർട്ട് സോൺ എന്തായി മാറുമെന്നറിയാമോ? കംഫർട്ട് സോൺ വിൽ ബിക്കം അവർ കില്ലിങ് സോൺ. എന്താണ് കില്ലിങ് സോൺ? കില്ലിങ് സോൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഉള്ള കഴിവുകളെ നമ്മളെങ്ങനെ കൊന്നുകളയുമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളുടെ ഉള്ള കഴിവുകളെയും നമ്മളുടെ താലന്തുകളെയും നമ്മളുടെ സ്വിച്ച് ചെയ്യാനുള്ള കഴിവ്, മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ സ്വിച്ച് ചെയ്യാനുള്ള കഴിവ്, സ്വിച്ചിങ് കപ്പാസിറ്റി എന്ന് പറയും. പെട്ടെന്ന് നമുക്ക് ഒന്ന് കഴിയുമ്പോൾ വേറൊന്ന്, വേറൊന്ന് കഴിയുമ്പോൾ വേറൊന്ന്, അതിനോട് അഡാപ്റ്റ് ആവാൻ പറ്റും. നമ്മൾ സ്ത്രീകളെ കുറിച്ച് അത് പറയുമല്ലേ, 10, 18 വർഷം അല്ലെങ്കിൽ 20 വർഷം, ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ 25, 30 വർഷം ജീവിച്ചു വന്ന സാഹചര്യങ്ങളെല്ലാം മാറിയിട്ട് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് ചെന്ന് ഒരാഴ്ച കഴിഞ്ഞ് അപ്പനും അമ്മയും വരുമ്പോൾ അവർ അതിഥികളാണോന്ന് തോന്നും അല്ലേ, നമ്മുടെ അവിടുത്തെ നിപ്പും ഭാവവും ഒക്കെ കണ്ടാൽ. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് സ്വിച്ചിങ് കപ്പാസിറ്റി നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഒരിടത്ത് തന്നെ ഇങ്ങനെ അങ്ങ് ആയി പോകുന്നത് കൊണ്ട് നമ്മളുടെ ഈ കഴിവുകളൊക്കെ നഷ്ടപ്പെടുക. ആ രീതിക്ക് ഈ 3 ദിവസം നിങ്ങൾക്കൊന്ന് വേറിട്ട് മാറി നിൽക്കാനും, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് കുറച്ച് ഡിസ്കംഫർട്ട്സ് ഒക്കെ കാണും. വരുമ്പം വീട്ടിലെ പോലെ ചായ ശരിയാവത്തില്ല, കട്ടിൽ ശരിയാവത്തില്ല, പിന്നെ കുറച്ച് ഡിസ്കംഫർട്ട്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഡിസ്കംഫർട്ട്സ് ഈസ് ഗുഡ് അല്ലേ, നമ്മളെ ഒന്ന് പരുവപ്പെടുത്താൻ, നമുക്കൊന്ന് സ്വയം മാറിയിരിക്കാൻ, ഒന്ന് ചിന്തിക്കാൻ അല്ലേ. ഡിസ്കംഫർട്ട്സ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലേ? ഓക്കെ, അപ്പം ഒന്ന് നമുക്ക് നമ്മളെ പരുവപ്പെടുത്താൻ കുറച്ച് നമുക്കൊന്ന് മാറിയിരുന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ആളുകളില്ലെങ്കിൽ പോലും അല്ലേ, വീട്ടിൽ നമ്മളുടെ പാർട്ട്ണറോ കുഞ്ഞുങ്ങളോ ഒന്നും കൂടെ വന്നിട്ടില്ല ഇല്ലെങ്കിൽ പോലും നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാനുള്ളൊരു ലെസണാണിതല്ലേ. ഇറ്റ്സ് എ ലേണിംഗ്, ഇറ്റ്സ് എ ട്രെയിനിങ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വന്നിട്ടുണ്ടോ വെച്ചാൽ സ്റ്റാർട്ട്? ഓക്കെ, ലാപ്ടോപ്പൊക്കെ ഓണായി വരട്ടെ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. റിലേഷൻഷിപ്പ് അല്ലേ, അത് തന്നെ വർഷങ്ങൾ പറഞ്ഞാൽ തീരാത്തൊരു ടോപ്പിക്കാണ്. അതിൻ്റെ കൂടാണ് എടുക്കാൻ വയ്യാത്ത വേറൊരു ടോപ്പിക്ക് കൂടെ അപ്പുറത്ത്, മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഇന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല, പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ചുരുങ്ങിയ സമയത്തിൽ ഇതിനെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ എന്താണ് ഒന്ന് കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിലേഷൻഷിപ്പ്? എന്താണ് ബന്ധങ്ങൾ? നിങ്ങൾക്ക് പറയാം, നിങ്ങൾ എന്നെക്കാളും അനുഭവ പരിചയവും ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇനി എക്സ്പീരിയൻസ് പ്രായമൊന്നും നോക്കണ്ട, എക്സ്പീരിയൻസ് കുറവാണെങ്കിലും പറയാം. വാട്ട് ഈസ് റിലേഷൻഷിപ്പ്? എന്താ ബന്ധങ്ങൾ? പറഞ്ഞോ. നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഡെഫിനിഷൻ, ആരെങ്കിലും എഴുതി വെച്ച ഡെഫിനിഷനൊന്നും വേണ്ട, നമ്മളുടേതായിട്ടുള്ള ഡെഫിനിഷൻ ഫ്രം അവർ ലൈഫ്.
രക്തബന്ധം, സ്നേഹബന്ധം, ഭാര്യാഭർത്തൃബന്ധം, എന്തോ ബോണ്ടിങ്, അയൽപക്ക ബന്ധം. അതെല്ലാം ബന്ധങ്ങളുടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിലേഷൻഷിപ്പാണ്. കൈൻഡ്സ് ഓഫ് റിലേഷൻഷിപ്പ്. വാട്ട് ഈസ് റിലേഷൻഷിപ്പ്? എന്താണ് ബന്ധം? പറഞ്ഞോ. ഒന്നോ അതിലധികം ആൾക്കാർ തമ്മിലുള്ള ബന്ധം. യെസ്, ഒന്നോ അതിലധികമോ ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധം. നമുക്കൊരു പറയാം, ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ അതിനെ ഇറ്റ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ വൺ ഓർ ടു, അല്ലെ മോർ ദാൻ ടു പേഴ്സൺസ്. ഒരു കണക്ഷനാണ്, അല്ലേ? ഒരു കണക്ഷൻ, കൂടിച്ചേരൽ. ഇനി നമ്മൾ ഒരുമിച്ച് കൂടിച്ചേരണമെന്നുണ്ടോ? ചിലപ്പോൾ നമ്മളുടെ സിസ്റ്ററിനെ അല്ലെങ്കിൽ കസിനെ കണ്ടിട്ട് വർഷങ്ങളായി കാണും, പക്ഷെ ഇപ്പോഴും നമുക്ക് ആ ബന്ധം ഇല്ലേ? അപ്പം ബന്ധം, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണക്ഷൻ. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് എന്താണ്? ചേഞ്ചിങ്. ഡൈനാമിക്സ് മീൻസ് ഇറ്റ്സ് ചേഞ്ചിങ്. റിലേഷൻഷിപ്പ് ചേഞ്ചിങ്. ശരിക്കും പറഞ്ഞാൽ, നമുക്ക് നാടൻ ഭാഷ പറഞ്ഞാൽ നമ്മളുടെ ഇടപാടുകൾ, അതാണ് നമുക്ക് നല്ലൊരു തലക്കെട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഇടപാടുകൾ. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് അത്രയും ഒരു ഡെഫിനിഷൻ കൊടുത്ത് അവിടെ നിർത്താം. ദെൻ റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. എന്താണ് മെൻ്റൽ ഹെൽത്ത്? ആർക്കെങ്കിലും അറിയോ? മാനസികാരോഗ്യം. അതിൻ്റെ മലയാളം അതാണ്, മാനസികാരോഗ്യം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് മനസ്സുണ്ട്? പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. താങ്ക് ഗോഡ്. സാധാരണ ഞാനിത് ചോദിക്കുമ്പം ഒരാളിങ്ങനെ പൊക്കും, അപ്പുറത്തിരിക്കുന്ന ആൾ, നിങ്ങൾ ലീഡേഴ്സ് ആയതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് വന്നത്, അപ്പുറത്തിരിക്കുന്ന ആൾ കൈ പൊക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കും. കാരണം നമുക്ക് പേടിയാണ്, പേടിയാണ്. കാരണം ഈ മനസ്സുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും മനസ്സിന് പ്രശ്നമാണെന്ന് പറയുമോ? രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മനസ്സെവിടെയാ? മനസ്സെവിടാ? കിഡ്നി എവിടാ? ഏകദേശ ഭാഗം നമുക്കറിയാം. തലച്ചോറ് എവിടാ? ബ്രെയിൻ എവിടാ? അറിയാം. ഹാർട്ട് എവിടാ? അറിയാം. പക്ഷെ മനസ്സെവിടാ? അറിയില്ല. ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്തുവാ? പറഞ്ഞോ. ഓർമ്മയിൽ വരുന്നത് മനസ്സ്. മനസ്സ് തലയിലാണ്, ശരിയാണ്. ബ്രെയിനിൽ മനസ്സുണ്ട്. അപ്പൊ ആകെ മൊത്തത്തിൽ മനസ്സെന്താ? മനസ്സ് ഒരു മാന്ത്രിക കുതിര, പിടിച്ചാൽ കിട്ടത്തില്ല. ഇതൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷെ എന്താണെന്നൊന്നും ചോദിക്കരുത്. ഏറ്റവും ലേറ്റസ്റ്റ് റിസർച്ച് അനുസരിച്ച് മനസ്സിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മൈൻഡ് ഈസ് ഇൻ ആർ എവ്രി സിംഗിൾ സെൽ. മൈൻഡ് ഈസ് സിറ്റുവേറ്റഡ് ഈസ് ഇൻ അവർ എവ്രി സിംഗിൾ സെൽ. നമ്മളുടെ ഓരോ ചെറിയ കോശങ്ങളിലും മനസ്സുണ്ടെന്നാണ് പറയുന്നത്. ഓരോ ചെറിയ കോശങ്ങളിലും അവിടെ എല്ലാം നമ്മളുടെ മനസ്സിരിക്കുന്നു. മനസ്സിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. മനസ്സിനെ പറയുന്നത് തോട്ട്സ് പ്ലസ് ഫീലിങ്സ്. നമ്മളുടെ ചിന്തകൾ പ്ലസ് നമ്മളുടെ ഫീലിങ്സ്. തോട്ട്സ് പ്ലസ് ഫീലിങ്സ്. തോട്ട്സ്, നിങ്ങളിവിടെ ഇരിക്കുക, ഇപ്പം കംഫർട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഉറങ്ങേണ്ടിയവർക്ക് ഉറങ്ങാം, കേൾക്കേണ്ടിയവർക്ക് കേൾക്കാം, അല്ലേ? കംഫർട്ടായിട്ടിരിക്കുന്നു. പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു. ഓക്കെ, നമുക്ക് എടുക്കാൻ പറ്റിയില്ല, വീട്ടിൽ നിന്നുള്ള കോളാണ്.
എവിടെ പോവും? എവിടെ ചെല്ലും? നമ്മൾ വീട്ടിലെ അടുക്കളയിൽ ചെല്ലും. ആ കൊച്ച് ആ മൂലയ്ക്കിരുന്ന കറി കണ്ടില്ല, മീൻകറി വെച്ച് മൂലയ്ക്കോട്ട് വെച്ചു, അത് കണ്ടില്ല അല്ലേ? സോ തോട്ട്സ് അവിടെ നിൽക്കുന്നു. തോട്ട്സ് എവിടെ വേണമെങ്കിലും പോവാം. നെക്സ്റ്റ് ഫീലിങ്സ്. ഇവിടെ നമ്മൾ കംഫർട്ടായിട്ട് ഇരിക്കുമ്പോൾ ഒരു മെസ്സേജ് കിട്ടുന്നു. നമ്മുടെ ഇന്ന ആള് പെട്ടെന്നൊരു അസുഖമായി, ഇല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയി. നമ്മുടെ ഫീലിങ്സ് എങ്ങനെ ആയിരിക്കും? ഇപ്പം തന്നെ മഴ ഇങ്ങനെ കനത്ത് പെയ്യുന്നോണ്ട് എൻ്റെ വോയിസ് ലിസൺ ചെയ്യണോ, മഴയെ ലിസൺ ചെയ്യണോ? നമ്മുടെ ഫീലിങ്സ് കുറച്ച് മാറിയില്ലേ? കംഫർട്ടായിട്ടിരുന്ന് കേൾക്കുന്ന ഫീലിംഗ് ഉണ്ടോ? ഓക്കെ. സോ ഈ തോട്ട്സ് പ്ലസ് ഫീലിങ്സ് ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ മൈൻഡ് ഉണ്ടാവുന്നത്. മഴ നിൽക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്തായാലും ഞാൻ ക്ലാസ് തന്നേ പറ്റൂ, നിങ്ങൾ ക്ലാസ് കേട്ടേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അറ്റ്ലീസ്റ്റ് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, കേൾക്കാമല്ലോ, ഓഡിബിൾ ആണല്ലോ. ഓക്കെ, ഫൈൻ. സോ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിസർച്ച് ചെയ്തത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ആ റിസർച്ച് 80 വർഷം ഉണ്ടായിരുന്നു. എത്ര വർഷം? 80 വർഷം. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് ആ കുഞ്ഞിന് 80 വയസ്സാകുന്നിടം വരെ ആ റിസർച്ച് പോയിക്കൊണ്ടിരുന്നു. എപ്പോൾ തൊട്ട്? ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ട് 80 വയസ്സാകുന്നിടം വരെ. എന്തിനു വേണ്ടിയുള്ള റിസർച്ച് ആയിരുന്നു എന്ന് ചോദിച്ചാൽ, ഹൂ ഈസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്? എന്തായിരുന്നു റിസർച്ചിൻ്റെ ടോപ്പിക്ക്? ആരാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള വ്യക്തികൾ? ആ റിസർച്ച് ഇങ്ങനെ പോയി ഈ ഒരു കൂട്ടം മനുഷ്യർക്ക് 80 വയസ്സായപ്പോൾ ആ റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് വന്നു, അതിൻ്റെ ഔട്ട്കം വന്നു. ഫൈൻഡിങ്സ് എന്തായിരുന്നു? ഫൈൻഡിങ്സ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഫൈൻഡിങ്സ്. Those who are having good relationships, they are the most happiest persons in the world. എന്തായിരുന്നു? Those who are having, ആരാണോ വളരെ നല്ല ബന്ധങ്ങളുള്ളത് അവരാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യർ. കഴിഞ്ഞ ദിവസം, ഇന്നലെ ഈ സമയത്ത് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനായി വന്ന കുട്ടി ഓൺലൈനിലാണ്. അവൾ വിദേശ രാജ്യത്ത് വെസ്റ്റേൺ വേൾഡിൽ അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു വെസ്റ്റേൺ കൺട്രിയിൽ PhD ചെയ്യുവാണ്. അവൾ അവിടെ ചെന്നിട്ടിപ്പോൾ 9 മാസമായി. 3ാമത് ഇപ്പോൾ ഒരു താമസ സ്ഥലത്താണ്. ഈ 2 താമസ സ്ഥലത്തും അവൾക്കങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യം താമസിച്ച സ്ഥലത്ത് മലയാളികൾ ആരും ഇല്ലായിരുന്നു, നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അവരുമായിട്ട് ആദ്യം വലിയ പ്രശ്നമില്ലായിരുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് മാറി അടുത്ത സ്ഥലത്തോട്ട് ചെന്നു. അടുത്ത സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു മലയാളി കുട്ടിയെ കിട്ടി. കൊച്ചുമായിട്ട് ഭയങ്കര തിക്ക് ഫ്രണ്ട്ഷിപ്പായി. ഈ കൊച്ചെന്തോ പറഞ്ഞാലും നോ പറയത്തില്ല, നോ പറയാനൊന്നും അറിയത്തില്ല. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന കുട്ടി ഇവളെ ഇങ്ങനെ ഫ്രണ്ടായിട്ട് കിട്ടാൻ വേണ്ടി അവൾ പറയുന്നതെല്ലാം ചെയ്യും. അപ്പോൾ ഒരു ദിവസം അവൾ ചോദിച്ചു, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവന്നോട്ടെ? ഫ്രണ്ട്ഷിപ്പ് പോകല്ലല്ലോ എന്ന് വിചാരിച്ച് അവൾ എന്തോ പറഞ്ഞു, യെസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ആദ്യം ഒരാഴ്ച ഒരു പ്രാവശ്യം വന്നു, 2-3 ദിവസം താമസിച്ചു, അവൻ പോയി. പിന്നെ ഇത് കണ്ടിന്യൂസ് വരാൻ തുടങ്ങി. അപ്പോൾ ഇവക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അങ്ങനെ അവളോട് ഇത് പറയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, നിനക്ക് ഫ്രണ്ട്സ് ഇല്ല, നിനക്ക് സോഷ്യൽ ലൈഫ് ഇല്ല, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളെ ക്രിട്ടിസൈസ് ചെയ്തു.
അപ്പോഴത്തേനെ ഭയങ്കര പ്രശ്നമായി. അവിടുന്ന് മാറി മൂന്നാമതൊരു സ്ഥലത്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ്. മൂന്നാമത് വന്ന സ്ഥലത്തും 2.5 മാസമായി അങ്ങോട്ട് ആരുമായിട്ടും അടുക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഉള്ള ഫീലിങ്സ്, ഐ ആം എലോൺ, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റപ്പെട്ടു, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. കല്യാണം കഴിഞ്ഞ് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാ, പയ്യൻ നാട്ടിലാണ്. അവൻ ഇതുവരെയും അവിടേക്ക് പോകാനുള്ള വിസ റെഡി ആയിട്ടില്ല. ഈ കുട്ടി തന്നെ പഠിക്കാനായിട്ട് പോയതുകൊണ്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇപ്പം കൊണ്ടുപോകാൻ പറ്റില്ല നാട്ടിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം LKG തൊട്ട് BTech വരെ വീടിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിലേ പഠിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് BTech വരെ. അതുമാത്രമല്ല, ഈ അഡ്ജസ്റ്റ്മെൻ്റൽ ഇഷ്യൂ സ്വന്തം അമ്മയുമായിട്ടുമുണ്ട്, സഹോദരിയുമായിട്ടുണ്ട്. അമ്മയും അച്ഛനും സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ആരുമായിട്ടും അഡ്ജസ്റ്റായി പോകാൻ പറ്റുന്നില്ല. സ്വന്തം അമ്മയായിട്ട് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവൾ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, മാഡം ഇത് എൻ്റെ പ്രശ്നമാണോ അതോ അവരുടെ പ്രശ്നമാണോ? ഇങ്ങനെയാണ് ചോദിച്ചത്. ഞാൻ എന്തിനാണ് കൗൺസിലിങ്ങിന് വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയണം, ഈസ് ദിസ് മൈ പ്രോബ്ലം ഓർ ദെയർ പ്രോബ്ലം? എൻ്റെ പ്രോബ്ലം ആണോ അവരുടെ പ്രോബ്ലം ആണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇല്ല. ഓക്കെ, നമ്മുടെ പ്രൊജക്ടർ ഇല്ല, അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. അപ്പോൾ പറഞ്ഞേ, ഇതെൻ്റെ പ്രോബ്ലം ആണോ അവരുടെ പ്രോബ്ലം ആണോ? എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? ആ കുട്ടിയുടെ ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം എന്താ? ആരുടെ പ്രോബ്ലം? കുട്ടിയുടെ പ്രോബ്ലം ആണോ? അല്ല, അവരുടെ പ്രോബ്ലം. ആ, കുട്ടിയുടെ പ്രോബ്ലം ആണെന്ന് പറയുന്നവർ പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. ആ കുട്ടിയുടെ പ്രോബ്ലമാണ്. ഓക്കെ, ഇനി അവരുടെ പ്രോബ്ലം ആണെന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്തിക്കേ. ഇത് രണ്ടിലും പെടാതെ ന്യൂട്രലായിട്ടിരിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. ഏതെങ്കിലും ഒരു കാറ്റഗറി കയറിക്കോ, ന്യൂട്രലായിട്ടിരിക്കേണ്ട. അവരുടെ പ്രോബ്ലം ആണെന്ന് പറയുന്നത് ഫാമിലിയുടെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് എന്താന്ന് ഇഷ്ടമെന്നറിയാമോ? ഇത് ആരുടെയൊക്കെയോ പ്രോബ്ലം ആണെന്ന് പറയാനേ ഇഷ്ടം. ശരിക്കും ആ കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട്, പക്ഷേ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് നമുക്ക് റിലേഷൻഷിപ്പ് ബ്രേക്കിംഗ് വേൾഡിൽ നമ്മൾ ജീവിക്കുന്നു? ഭാര്യ ഭർത്താവ് തമ്മിൽ നല്ല ബന്ധമില്ല, അമ്മയപ്പന്മാരും മക്കളും തമ്മിൽ നല്ല ബന്ധമില്ല. ഇനിയൊരു ഓഫീസ് അന്തരീക്ഷത്തിലാണെങ്കിൽ കളീഗ്സുമായിട്ട് നല്ല ബന്ധമില്ല. അധ്യാപക വിദ്യാർത്ഥി, ഇപ്പം ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഇപ്പോഴത്തെ ഏറ്റവും ക്രൈസിസ് നിറഞ്ഞ ജോബ് ഏതാന്ന് ചോദിച്ചാൽ ഏതാ? അധ്യാപക വൃത്തി. ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പോലും വളരെ സേഫായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ജോബ് എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന അധ്യാപക വൃത്തി ഇന്ന് ഏറ്റവും ക്രൈസിസ് ഉള്ള ജോബായിട്ട് മാറിയിരിക്കുന്നു. വൈ? ഞാൻ ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയപ്പം കണ്ട കാഴ്ചയാണ്. ക്ലാസ് 3:30 കഴിഞ്ഞു. 3:30 കഴിഞ്ഞപ്പം പ്രിൻസിപ്പൾ തന്നെ താഴെ ഇറങ്ങി വന്ന്, പ്രിൻസിപ്പൾ ഒരു ലേഡിയാണ്, പുള്ളിക്കാരത്തി തന്നെ താഴെ ഇറങ്ങി വന്ന് പിള്ളേരെ എല്ലാം ക്യാമ്പസിൽ നിന്ന് വെളിയിലാക്കുക. ഞാൻ ചോദിച്ചു, എന്താ മാഡം, എന്തിനാണ്? അല്ല, ഇതിൻ്റെ വെളി വല്ലതും ചെയ്താൽ എൻ്റെ തലേ വരത്തില്ലല്ലോ. എന്താ, ഇതിൻ്റെ വെളിയിൽ ചെയ്താൽ എൻ്റെ തലയ്ക്കകത്ത് വരത്തില്ലല്ലോ. കാരണം എപ്പോൾ എന്താ ആര് എവിടെ എങ്ങനെ ചെയ്യുമെന്ന് നമുക്കിന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.
അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇറ്റ്സ് ഡൈനാമിക്, ഇറ്റ്സ് ചേഞ്ചിങ് എവ്രി ടൈം. വല്ലാത്ത ഒരു മാറ്റമാണ് ഇപ്പോൾ വന്നത്. ആണോ? ഒരു വീട്ടിൽ അമ്മയും 2 മക്കളുമായിട്ട് കഴിഞ്ഞിരുന്ന പാവം പിടിച്ച പയ്യൻ, അവനെ പോലെ നല്ല പയ്യൻ, അവനെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും പറയാനില്ല. പക്ഷെ 5 പേരുടെ ജീവൻ എടുത്തു. 5 പേരുടെ ജീവൻ എടുത്ത് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത് വെന്റിലേറ്ററിലാണ്. അഫാനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, വെഞ്ഞാറമൂടിലെ അഫാൻ. ഞാൻ കഴിഞ്ഞ ദിവസം വിയൂർ സെൻട്രൽ ജയിലിലായിരുന്നു, അതീവ സുരക്ഷാ ജയിലിൽ. അവിടുത്തെ തടവുകാർക്കുള്ള മെൻ്റൽ ഹെൽത്ത് കോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോയതാ. അപ്പോൾ ഇനി ചിലപ്പോൾ ആ ജയിലിലോട്ടായിരിക്കും ആൾ വരുന്നത്, അതീവ സുരക്ഷാ ജയിലിലോട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബന്ധങ്ങളൊന്നും ഇന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. പ്രത്യേകിച്ച് ആഫ്റ്റർ കോവിഡിന് ശേഷം നമുക്ക് എന്താ പറ്റിയത് ഒന്ന് പറഞ്ഞേ. എന്ത് പറ്റി കോവിഡിന് ശേഷം? കോവിഡിന് ശേഷം നമ്മൾ കണ്ണിൽ നോക്കാറില്ല, സ്ക്രീനിൽ മാത്രമേ നോക്കാറുള്ളൂ. എന്താ പ്രശ്നം? കണ്ണി നോക്കാൻ അറിയത്തില്ല, സ്ക്രീനിൽ. പണ്ട് കോവിഡിന് മുമ്പ് ഒരാഴ്ച പള്ളി പോയില്ലെങ്കിൽ അല്ലെ 2 ആഴ്ചയായി പോയ കർത്താവെ പള്ളി പോയിട്ട് 2 ആഴ്ചയായല്ലോ. ഇപ്പം നമുക്ക് പിടികിട്ടി 2 ആഴ്ചയല്ല 2 വർഷം പോയില്ലേലും. പിന്നെ യൂട്യൂബിൽ നിറച്ചും കുർബാനയാണ് അല്ലേ? സമയത്തിന് സൗകര്യത്തിനും അനുസരിച്ച് അതൊരെണ്ണം ഓൺ ചെയ്ത് വെച്ചാൽ മതി. കോവിഡിന് ശേഷം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കിങ്ങനെയാണ്, 4ൽ ഒരാൾക്ക് ഇന്ന് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. പണ്ടത് എത്രയിലായിരുന്നു? 100ലോ 1000ലോ ഒരാൾക്കായിരുന്നു. ഇന്ന് എത്രയാ? 4ൽ ഒരാൾക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ സൈക്കാട്രിക് സപ്പോർട്ട് വേണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്ട്രെസ് തരുന്ന സ്ട്രെസ് ഹോർമോൺ ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. നമുക്ക് സ്ട്രെസ് തരുന്ന ഹോർമോൺ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇവിടെ ഇരിക്കുന്നതിൽ ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. എനിക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനും ഇല്ല. ഐ ആം സോ ഹാപ്പി ഇൻ മൈ ലൈഫ്. 2, ഇനി ചിന്തിച്ചാരും കൈപൊക്കണ്ട. എന്താ, നമുക്ക് ഭൗതിക സൗകര്യങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. നമുക്ക് ദൈനംദിനം പണ്ടത്തെ സാഹചര്യത്തെക്കാളും നല്ല സാഹചര്യങ്ങളാണോ ഇപ്പം? ആണ്. പക്ഷെ എന്താ നമ്മുടെ ടെൻഷൻ കൂടി വരുന്നത്? വയസ്സാവുമ്പോൾ എന്നെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? 40കൾ കഴിയുന്ന സ്ത്രീകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതലുള്ള പ്രശ്നമാണ് എംപ്റ്റിനെസ് സിൻഡ്രോം എന്ന് പറയും. എന്താണെന്ന് ചോദിച്ചാൽ ഒഴിഞ്ഞ കൂടിൻ്റെ പ്രതീതി. നമ്മൾ ഒരു 40-45 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ ഓട്ടത്തിലല്ലേ? പല അമ്മമാരും പല്ല് തേക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 11:30 അല്ലേ? എല്ലാവരെയും ഒന്ന് വിട്ട് എല്ലാവരെയും ഒന്ന് സെറ്റിലാക്കി 1-ാം അംഗം 2-ാം അംഗം 3-ാം അംഗവും കുറിച്ചിട്ട് പതുക്കെ പല്ല് തേക്കും അല്ലേ? ഇല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കുളിക്കുന്ന കുളി കാക്കക്കുളി അല്ലേ? നല്ലൊരു കുളിക്കാൻ സമയമില്ല. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ പല പെൺകുട്ടികളോടും ചോദിച്ചാൽ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. വിവാഹം എന്ന കോൺസെപ്റ്റിനോടെ അവർക്ക് താല്പര്യമില്ല. ഒരു പെങ്കൊച്ചെന്നോട് പറഞ്ഞതാ, എന്തിനാ മാഡം കല്യാണം കഴിക്കുന്നേ? സഹിക്കുന്നവരെന്നും അങ്ങ് സഹിച്ചും സുഖിക്കുന്നവരെന്നും അങ്ങ് സുഖിച്ചും. അവൾ ചോദിച്ചതാ, സഹിക്കുന്നവരെന്നും അങ്ങ് സഹിച്ചും സുഖിക്കുന്നവരെന്നും അങ്ങ് സുഖിച്ചും ജീവിക്കാൻ വേണ്ടി ഒരു കല്യാണം കഴിക്കുന്ന എന്തിനാ? ആൻറ്റി എന്നോട് പറഞ്ഞേ, കൊച്ചമ്മേ 2 പെൺപിള്ളേരാ, മൂത്തതിനെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിപ്പിച്ചു വിട്ട്, ഇളയത് അവള് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി 8 കിലോ 7 കിലോ അടുക്കുന്നില്ല. അവൾ പറയുന്നത് എങ്ങനെയാ, ചിലപ്പോൾ ഇപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കഴിച്ചെന്നിരിക്കും കഴിച്ചില്ലെന്നിരിക്കും.
ഞാൻ ചിലപ്പോൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തെന്നിരിക്കും, നൂഡിൽസ് ഉണ്ടാക്കിയെന്നിരിക്കും. ഇനി ഒരുത്തൻ വന്നിട്ട് വേണം അവനൂടെ ഞാൻ വെച്ചു കൊടുക്കാൻ. നമ്മളുടെ റിലേഷൻഷിപ്പുകളെയൊക്കെ അളക്കുന്ന അളവുകോൽ ഇന്നിങ്ങനെയൊക്കെ ആയി മാറിപ്പോയി. കാരണം അവരെ നമ്മൾ ജൻസിയെ മുഴുവനും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ കുട്ടി പറഞ്ഞതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെങ്ങനെ പരിഹാരം കൊണ്ടുവരാം എന്നാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ടത്. കാരണം ആസ് എ ലീഡേഴ്സ് നിങ്ങൾക്ക് ഇടവകളിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിലെ ഒരുപാട് പ്രശ്നങ്ങളെ കേൾക്കേണ്ടി വരും. ആ പ്രശ്നങ്ങൾക്ക് നമുക്കെല്ലാം പരിഹാരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആശ്വാസം കൊടുക്കാനെങ്കിലും പറ്റണം. പക്ഷെ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കണമെങ്കിൽ ആദ്യ ആശ്വാസം എവിടെ വേണം? അല്ലേ? ഇവിടെ ആശ്വാസം ഇല്ലെങ്കിൽ ആദ്യത്തെ 2 ദിവസം നമുക്ക് കേൾക്കാൻ പറ്റും, 2 ദിവസം പറയാൻ പറ്റും, 3-ാമത്തെ ദിവസം തൊട്ട് അവരെ കാണുമ്പോൾ നമ്മൾ ഓടും. കാരണം എന്താ? ഈ നെഗറ്റിവിറ്റി മുഴുവനും നമുക്കങ്ങോട്ട് കേൾക്കാൻ വയ്യ, അല്ലെങ്കിൽ നമ്മളുടെ ആയുധം തീർന്നു. അപ്പം അതുകൊണ്ട് ആദ്യം ആസ് ലീഡേഴ്സ് നമ്മൾ ചിന്തിക്കേണ്ടത് ഹൗ ഈസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് മൈസെൽഫ്. ഞാനും എൻ്റെ ഉള്ളിലെ ഞാനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഹൗ ഈസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ്? ഞാനും എൻ്റെ ഉള്ളിൽ ഞാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഞാനും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ആദ്യം ഞാനും തമ്മിലുള്ള ബന്ധത്തെ ഒന്ന് എടുക്കാം. അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് മറ്റുള്ളവരുടെ അടുത്തോട്ട് പോകേണ്ടത്. ചിലർ എന്നോട് വന്ന് പറയാറുണ്ട്, അയ്യോ അന്ന് ആ ഡിഗ്രിക്ക് ആ പേപ്പർ അങ്ങ് എഴുതിയെടുത്താൽ മതിയായിരുന്നു, ഇതുവരെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പലപ്പോഴും നമ്മൾ പുറമേ ഉള്ള പലതും ക്ഷമിച്ചും സഹിച്ചുമൊക്കെ കൊടുക്കും. പക്ഷെ നമ്മളോട് ക്ഷമിക്കാൻ, നമ്മളെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര പേർക്ക് നിങ്ങളുടെ 5 ക്വാളിറ്റി ഒന്ന് എഴുന്നേറ്റ് നിന്ന് പെട്ടെന്ന് പറയാൻ പറ്റും? 5 ക്വാളിറ്റി. പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് സേ യുവർ 5 ക്വാളിറ്റീസ്. പെട്ടെന്ന് വേണം. പോട്ടെ, 5 നെഗറ്റീവ്. ഞാൻ മക ഉഴപ്പാ, എന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എത്ര വയസ്സായി നമുക്ക്? അല്ലേ? 30, 35, 40, 45. ഇതുവരെ ഞാൻ എന്നെ നോക്കിയിട്ടില്ല, ഞാൻ ആരാന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഹു ആം ഐ എന്ന് ചോദിച്ചാൽ പേരും വീട്ടുപേരും അഡ്രസ്സും ഇന്നാരാണ്, ഇന്നടുത്ത ഇന്നാരാണെന്ന് പറയാനല്ലാതെ യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് പറയാൻ പറ്റുമോ? നമ്മളുമായിട്ടുള്ള ബന്ധം എന്നെ ഞാൻ അറിയുന്നുണ്ടോ? പലരും അവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാനങ്ങ് എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇരുണ്ടു പോയത്. എനിക്ക് അവരെ പോലെ ഇതില്ല, എനിക്ക് അവരെ പോലെ അതില്ല, ആ കഴിവില്ല, അല്ലെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അല്ലെ എനിക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും ഉള്ളിൽ മനസ്സമാധാനമില്ല. അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, പൂർണ്ണരാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പൂർണ്ണരുണ്ടോ? ഉണ്ടോ? ഈ ലോകത്ത് ഒരാൾ പോലും പൂർണ്ണനില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്ട്രോങ് പോയിന്റ്സും വീക്ക്നെസ്സും ഉണ്ട്. ആസ് എ ലീഡർ നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു കോൺസെപ്റ്റാണ് നോബഡി ഇൻ ദിസ് വേൾഡ് ഈസ് നോട്ട് പെർഫെക്റ്റ്. ഈ ഒരു സാധനം നമ്മുടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും.
എന്തിനേയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് സാഹചര്യങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളിൽ പലരും പെർഫെക്ഷനിസ്റ്റുകളാണ്. കാര്യം അതുകൊണ്ടാണ് അമ്മ ചെയ്താലേ അയ്യോ ഞാൻ എടുത്തു വെച്ചില്ലെങ്കിൽ അത് ശരിയാകത്തില്ല. 65 വയസ്സായാലും 70 വയസ്സായാലും അതുകൊണ്ട് അടുക്കളയുടെ താക്കോല് കൊടുക്കാൻ പേടിയാ. ഞാൻ ചെയ്താൽ ശരിയാകൂ, ഞാൻ ഏറ്റവും നല്ല പോലെ ചെയ്യുമെന്നാണ് നമ്മുടെ വിചാരം. സോ there is no perfect relationship, there is no perfect home, there is no perfect job, there is no perfect partner, there is no perfect church. പള്ളിയില്ല അല്ലേ? അങ്ങനെ ഒരു പെർഫെക്റ്റ് പള്ളിയുണ്ടോ? ആദിമ സഭകളിൽ തന്നെ നമ്മൾ വായിക്കുമ്പം കാണാൻ സാധിക്കും. അടിയും വഴക്കും പ്രശ്നങ്ങളും ഗ്രൂപ്പിസവും സബ് ഗ്രൂപ്പിസവും എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? എല്ലാം ഉണ്ടായിരുന്നു. There is no perfect church, there is no perfect സമാജം അല്ലേ? ഞാനെങ്ങും പ്രാർത്ഥന ഗ്രൂപ്പിൽ പോകുന്നില്ല, പോവും വടയും ചായയും തിന്നും, പിന്നിരുന്ന് കുശൂശുപ്പ അല്ലേ? There is no perfect സമാജം, there is no perfect prayer group, there is no perfect kids. കുട്ടികളില്ല. നമ്മൾ ചിലപ്പോൾ പറയും ഏത് നേരത്താന്നോ ഇതെൻ്റെ വയറ്റിൽ വന്ന്. കല്യാണം കഴിഞ്ഞ് 28ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്കും പറയും എത്രയോ നല്ല ആലോചന അല്ലേ വന്നതാ, അവസാനം അവിടെ ആ ബിസിനസ് ചെയ്യുന്ന പുള്ളിയുടെ ആലോചന വന്നയാ. അപ്പൻ അന്നേരം അത്രയും സ്ത്രീധനം കൊടുക്കാൻ ഇല്ല, കുറച്ചുകൂടെ കൊടുത്തായിരുന്നെങ്കിൽ. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഫ്രസ്ട്രേഷൻസ് നിറച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഫ്രസ്ട്രേഷൻസിൻ്റെ കൂമ്പാരം കൊണ്ട് നടന്നാൽ യു വിൽ നെവർ എവർ ബിക്കം എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. ഒരു നല്ല മനുഷ്യനാവാൻ പോലും പറ്റില്ല, പിന്നെ എങ്ങനെയാ ഒരു നല്ല ലീഡർ ആകുന്നത്? സോ accept yourself with all the weakness. നമ്മളുടെ എല്ലാ കുറവുകളോടും എല്ലാ പരിമിതികളോടും കൂടി എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഇനി കുറവും പരിമിതിയും മാത്രമാണെന്ന് വിചാരിച്ച് തലയെ മുണ്ടിട്ടുകൊണ്ട് മൂലയ്ക്ക് പോയി ഇരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. നമുക്ക് എന്തറിയത്തില്ല എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രശ്നം നമുക്ക് എന്തറിയത്തില്ല എന്ന് അറിയില്ല. എനിക്ക് എന്തറിയത്തില്ല, എനിക്ക് എന്ത് വീക്ക്നെസ് ഉണ്ട്, എന്ത് പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. ചിലരുടെ അമ്മമാരുടെ ഒരു ചിന്തയാണ്, സ്ത്രീകളുടെ ഒരു ചിന്തയാണ്, വീടിനകത്ത് ഐ ആം ദ പെർഫെക്റ്റ് ബീയിങ് അല്ലേ, എനിക്കാണ് എല്ലാം അറിയാവുന്നത്. അപ്പോഴാണ് പിള്ളേർ ഇച്ചിരി വളർന്നു വരുമ്പോൾ പിള്ളേർ പറയും അമ്മയ്ക്കൊന്നും അറിയത്തില്ല, അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ പെർഫെക്ഷൻ പിടിക്കാൻ നിൽക്കേണ്ട. നമ്മളെ ഫസ്റ്റ് ഓഫ് ഓൾ അക്സെപ്റ്റ് യുവർ സെൽഫ് വിത്ത് ഓൾ യുവർ വീക്ക്നെസ് ആൻഡ് പോസിറ്റീവ്സ്. വീക്ക്നെസ് മനസ്സിലാക്കണം, ആ വീക്ക്നെസ്സിനെ അക്സെപ്റ്റ് ചെയ്യണം. ചിലരുണ്ട് എന്തൊക്കെ ചെയ്താലും വീക്ക്നെസ്സിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നല്ല പോലെ പോവും, സ്കൂളിൽ നല്ലപോലെ പഠിപ്പിക്കും, നല്ല ടീച്ചറാണ്, പക്ഷെ ഒരു ചമ്മന്തി അരയ്ക്കാൻ അറിയത്തില്ല. വീട്ടിലുള്ളവർ പറയും ഈ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇച്ചിരി ഉപ്പും പുളിയൊക്കെ വെച്ചൂടെ, ഈ പ്രൊപ്പോർഷൻ ശരിയാവത്തില്ല. അപ്പോഴത്തന്നെ നമ്മളങ്ങോട്ട് വഴക്ക് പിടിക്കാൻ തുടങ്ങും. എന്തെല്ലാം വഴിയുണ്ട് നല്ലപോലെ ചമ്മന്തി അരയ്ക്കാൻ പഠിക്കാൻ. ഞാൻ BA BEd അല്ലെ MA BEd MSc BEd എടുത്ത ആളാ, MSc MEd എടുത്ത ആളാന്ന് പറഞ്ഞ് ചമ്മന്തി അരയ്ക്കാൻ പഠിക്കാതിരുന്നാൽ വീട്ടിലെ വഴക്ക് തീരുമോ? തീരത്തില്ല. അക്സെപ്റ്റ് യുവർ വീക്ക്നെസ്. ഞാൻ MSc MEd കാരി, അതുകൊണ്ട് ഞാൻ അരയ്ക്കുന്ന ചമ്മന്തി എപ്പോഴും നല്ലതാന്ന് പറഞ്ഞാൽ ശരിയാവുമോ? MSc MEd ഒക്കെ നിന്റെ വീട്ടിൽ അങ്ങ് സ്കൂളിൽ വെച്ചിരുന്നാൽ മതി. ഇവിടെ വരുമ്പോൾ എന്തോ വേണം? ചമ്മന്തി ശരിയാവണം, എന്നാലേ ഒരു വറ്റ് വായി വെച്ച് കഴിക്കാൻ പറ്റൂ. അക്സെപ്റ്റ് യുവർ വീക്ക്നെസ്. നമുക്ക് അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റൂ? ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. പലപ്പോഴും നമ്മൾ ഇതങ്ങ് കണ്ണടച്ച് വിടും. അല്ലെങ്കിൽ ചിലരുടെ ഒരു രീതിയെ ഇങ്ങോട്ട് എറിയുന്നതിന് മുമ്പ് അങ്ങോട്ട് ഒരെണ്ണം എറിഞ്ഞങ്ങ് ഇടും അല്ലേ?
ഇങ്ങോട്ട് പറയരുത്. അങ്ങനെ വരുമ്പോൾ മനസ്സിലാവും, മോൻ കാണുമ്പോൾ മനസ്സിലാവും. അതിനു മുമ്പ് ഇന്നലത്തെ സംഭവം നമ്മളെടുത്ത് അങ്ങോട്ടങ്ങ് മറിക്കും. നമ്മുടെ കയ്യിൽ പല ടാറ്റിക്സുകളുണ്ട് അല്ലേ? പിള്ളേരെ ആണെങ്കിൽ പിന്നെ മിണ്ടാൻ, നമ്മുടെ നാട്ടിൽ മിണ്ടാൻ സമ്മതിക്കത്തില്ല. അത് വേറൊരു കാര്യം. ഇപ്പോഴത്തെ പിള്ളേർ കേൾക്കത്തില്ല. ഓക്കെ, സോ അക്സെപ്റ്റ് യുവർ വീക്ക്നെസ് ആൻഡ് ട്രൈ ടു ചേഞ്ച് ദാറ്റ്. നമുക്ക് ക്രിറ്റിസിസം കിട്ടുമ്പോൾ സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം പറയുമ്പം നമുക്കത് റിജക്ഷനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു സജഷൻ തരുമ്പം എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഹെൽത്തി ക്രിറ്റിസിസത്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. എന്ത് വേണം? ഹെൽത്തി ക്രിറ്റിസിസത്തെ അക്സെപ്റ്റ്. അപ്പോൾ മാത്രമേ നമ്മൾ നല്ലൊരു ലീഡറാവും, നല്ല റിലേഷൻഷിപ്പ് നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ. അപ്പം അക്സെപ്റ്റ് യുവർ സെൽഫ്. നമ്മൾ നമ്മളെ അംഗീകരിക്കണം. അംഗീകരിക്കാതെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേറെ ഷോർട്ട് കട്ട് ഒന്നും ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളെ അംഗീകരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരെ. കാരണം നമുക്ക് നമ്മളെ അംഗീകരിക്കുന്നതിന് കുറച്ച് പോരായ്മകളുണ്ട്. കാരണം എന്താണെന്നറിയാമോ? നമ്മളുടെ ചില കണ്ടീഷനിങ് ആണ്. കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന, നമുക്ക് കിട്ടിയിരിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ പോലും ചിലത് ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ പറയാം. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വീട്ടിൽ ഒരു കാർ വെച്ച് കളിക്കുവാണെങ്കിൽ പെങ്കൊച്ചും കൂടെ കാറിന് അടിയുണ്ടായാൽ ആ കാർ ആർക്ക് വാങ്ങിച്ചു കൊടുക്കും? ആങ്കൊച്ചിന് വാങ്ങിച്ചു കൊടുക്കും. ഇപ്പം കാലം മാറി. ഇങ്ങനെയൊക്കെയുള്ള ചില കണ്ടീഷനിങ് ഉണ്ട്. നമ്മളുടെ ഇതുപോലുള്ള ചില കണ്ടീഷനിങ് നമ്മളുടെ വീടിനകത്ത് തന്നെ മാറണം. നമ്മുടെ വീടിനകത്ത് മാറ്റം ആദ്യം ചന്തയിലല്ല, ജംഗ്ഷനിലല്ല ഉണ്ടാവുന്നത്. മാറ്റം ആദ്യം എവിടെയോ ഉണ്ടാകേണ്ടത്? വീടിൽ. ഞാൻ പറയും വീടിൻ്റെ അടുക്കളയിൽ. എവിടെയാ മാറ്റം ഉണ്ടാവേണ്ടത്? അടുക്കളയിൽ. അടുക്കളകളിൽ മാറ്റം ഉണ്ടായാൽ അതെവിടെ വരെ എത്തും? അരങ്ങത്ത് വരെ എത്തും. അരങ്ങത്ത് നിന്നല്ല അടുക്കളയിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മളാകാൻ ഹെൽപ്പ് ചെയ്യുക. നമ്മളുടെ കുഞ്ഞുങ്ങളെ. ഇന്നത്തേക്ക് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിന്ന് ആർക്കും ലിസൺ ചെയ്യാൻ സമയമില്ല. എന്താ ലിസൺ ചെയ്യാൻ സമയമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് വന്ന്, കൊച്ചുമോനോ ആരെങ്കിലും സ്കൂളിൽ പോയിട്ട് വന്ന് പറയും, അമ്മ ഇന്ന് ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ കിൻഡർഗാർട്ടനിൽ പഠിക്കുന്ന കുഞ്ഞ് ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്ന് വന്ന് ടീച്ചറിൻ്റെ ടേബിളിലിരുന്നു. ടേബിളിൽ നിന്ന് പിന്നെ അത് പറന്ന് പോയി അവിടെ ചെന്ന് വിൻഡോയിലിരുന്നു. വിൻഡോയിൽ നിന്ന് പിന്നെ അത് ഫ്രണ്ടിൻ്റെ തലയിൽ വന്നിരുന്നു. അവിടുന്ന് പിന്നെ പുറത്തോട്ട് പോയി. നമ്മളിതൊക്കെ കേട്ടിരുന്നിട്ട് മിക്കവാറുമുള്ള നമ്മളുടെ അമ്മമാരുടെ പ്രതികരണം, എടാ നീ പഠിക്കാനാണോ സ്കൂളിൽ പോകുന്നത് അതോ ബട്ടർഫ്ലൈയെ നോക്കാനാണോ? പിറ്റേന്ന് കൊച്ചു പറയൂ. നമ്മൾ ചില കമ്മ്യൂണിക്കേഷനുകളൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കളയാം. ഇന്നലെ ഒരു ഹസ്ബൻഡും വൈഫും എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ചോദിച്ചു നിങ്ങളുടെ പങ്കാളിയിൽ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരത്തി പറഞ്ഞ ഇതാണ്, എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ? പുള്ളിക്ക് ഇത്തിരി ആൻസൈറ്റിയുടെ പ്രശ്നമുണ്ട്, ഉത്കണ്ഠയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് പറയാൻ ചെല്ലുമ്പോൾ പുള്ളി ഒരു സൊല്യൂഷൻ ഇഞ്ഞെടുത്തിടും. അത് പിന്നെ അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല, നീ ഇതിങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ മനസ്സിൽ എപ്പോഴും ചേട്ടാ ഞാനിതൊന്ന് പറയാൻ, നമ്മൾ സ്ത്രീകൾക്ക് എന്താ ഇതൊന്ന് പറഞ്ഞാൽ മതി അല്ലേ? പറഞ്ഞു കഴിയുമ്പോഴത്തേനെ നമ്മുടെ പകുതി പ്രശ്നവും തീരും. പക്ഷെ പുള്ളി വിചാരിക്കുന്ന എന്താ? സൊല്യൂഷൻ കൊടുത്താൽ മതി. അപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കൊക്കെ വരിക. ഇനി ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെ കേൾക്കൂ? നമ്മുടെ മനസാക്ഷി എന്താണ് പറയുന്നത്? നമ്മുടെ ഉള്ളെന്താണ് പറയുന്നതെന്ന് കേൾക്കൂ? എവിടാ സമയം അല്ലേ? അതിനൊന്നും നമുക്ക് സമയമേ ഇല്ല. കുറച്ച് സമയമൊക്കെ ഞാൻ പറയാം, നമ്മൾ ലീഡേഴ്സിനുള്ളൊരു വലിയ പ്രോബ്ലമാണ്. എന്താണെന്നറിയാമോ? ഈ ലീഡേഴ്സ് ഭയങ്കര ആക്റ്റീവായിരിക്കും, എക്സ്ട്രോവേർഡ്സ് ആയിരിക്കും. ഞാൻ അങ്ങനെ ഒരാളായതുകൊണ്ട് എനിക്കറിയാം. ഒരു കോവിഡ് കഴിഞ്ഞ് ജസ്റ്റ് ബിഫോർ വന്നൊരു കേസ് ഞാൻ എല്ലാവരും പറയുന്ന ഒരു കേസാണ്. ആൻറ്റി 62 ഇയേഴ്സ് ഓൾഡാണ്, അധ്യാപികയായിരുന്നു. ആ നാട്ടിലെ എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ട്. ഇങ്ങനെ ഓടി നടന്ന് എപ്പോഴും ആക്റ്റീവാണ്.
എപ്പോൾ നോക്കിയാലും ചിരിയാ. എല്ലാവരുടെയും ഒരു മരണം നടന്നാൽ അവിടെ കാണും, കല്യാണം നടന്നാൽ അവിടെ ഉണ്ട്, ആർക്കെന്ത് ആവശ്യമുണ്ടോ അവിടെ ഉണ്ട്. ആൻറ്റിക്ക് ഒരു സർജറി കഴിഞ്ഞിട്ട് ഒരു 4 മാസം റെസ്റ്റ് എടുക്കേണ്ടി വന്നു. കംപ്ലീറ്റ്, എങ്ങും പോകാൻ പറ്റാത്ത വിധം റെസ്റ്റ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് അങ്ങോട്ട് അത്ര അങ്ങോട്ട് ആക്റ്റീവ് ആവാൻ പറ്റിയില്ല. മകൾ എന്നെ വിളിച്ചത്, അമ്മയ്ക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്, ഐ തിങ്ക് ഷീ ഈസ് അണ്ടർ ഡിപ്രഷൻ എന്നാണ് മോൾ എന്നോട് പറഞ്ഞത്. എന്താ? അമ്മയ്ക്ക് വിഷാദ രോഗമാണ്. ഈ ആൻറ്റിയോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ആൻറ്റി എന്നോട് പറയാണ്, ഇനിയൊന്നും ശരിയാവാൻ പോകുന്നില്ല. എന്നോട് പറഞ്ഞ ആദ്യത്തെ വാചകം ഇങ്ങനെ, ഇനിയൊന്നും ശരിയാകാൻ പോകുന്നില്ല. അടുത്ത വാചകം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്കൊന്നും എന്നെ ശരിയാക്കാൻ പറ്റത്തില്ല, ഞാൻ ആഗ്രഹിച്ച സമയത്ത് ഇവരൊന്നും എനിക്കൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഒരു മകനും മകളും ഹസ്ബൻഡും, മകൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു, മോള് UPSC പ്രിപ്പയർ ചെയ്യുന്നു, ഹസ്ബൻഡ് ഒരു റിട്ടയർഡ് മാൻ. ഞാൻ ഇവരെ വിളിച്ചിരുത്തി ചോദിച്ചു, എന്താ നിങ്ങൾ അമ്മയെ കൺസിഡർ ചെയ്തിട്ടില്ലേ, അമ്മയെ സ്നേഹിച്ചിട്ടില്ല, അമ്മയ്ക്ക് എന്താ പറഞ്ഞു. അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെന്ന് ആരറിഞ്ഞു? അമ്മ ഈസ് ഓൾവേസ് ഹാപ്പി അല്ലേ? എപ്പോൾ നോക്കിയാലും അമ്മ ഹാപ്പിയാണ്. അമ്മ പ്രത്യേകിച്ചൊന്നും ഞങ്ങളോട് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളൊന്നും കൊടുത്തിട്ടും ഇല്ല. അപ്പം നമ്മൾ ലീഡേഴ്സിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമ്മുടെ സെൽഫിനെ കൺസിഡർ ചെയ്യാതെ മറ്റുള്ളവരെ മാത്രം കൺസിഡർ ചെയ്ത് ഭയങ്കര ആക്റ്റീവായിട്ട് ഓടി നടക്കും. ഒരു കാലഘട്ടം എത്തുമ്പം മനസ്സോടുന്നിടത്ത് ശരീരം ഓടാതാവുമ്പം ഫ്രസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും, ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യും. ഫ്രസ്ട്രേഷനും ഡിപ്രഷനും. അതുകൊണ്ട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ, ഓടുന്നതിൻ്റെ ഇടയിൽ കുറേയൊക്കെ അടങ്ങിയിരിക്കാനും പഠിക്കണം. എന്താ? ഓടുന്നതിൻ്റെ ഇടയിൽ അടങ്ങിയിരിക്കാനും, അടങ്ങിയിരുന്ന് എന്നെ കേൾക്കാനും, എന്നെ ശ്രദ്ധിക്കാനും, എന്നെ മനസ്സിലാക്കാനും, എന്നെ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റണം. That is the sign of a good leader, those who are having good relationship. നല്ല ലീഡറിൻ്റെ ആദ്യം വേണ്ടുന്ന സൈൻ ആൻഡ് ക്വാളിറ്റിയാണ് കുറച്ചൊക്കെ അടങ്ങിയിരിക്കാനും, അല്ലയോ? കുറച്ചൊക്കെ ഒന്ന് അടങ്ങിയിരുന്ന് എന്നെ കേൾക്കാനും, എന്നെ മനസ്സിലാക്കാനും, എന്നെ തിരുത്താനും. ലീഡർമാരുടെ ഒരു വലിയ പ്രശ്നം പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങോട്ടൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം അല്ലേ? ഒന്നും പറയണ്ട. കാരണം നമ്മൾ കുറേ കേസുകളൊക്കെ കണ്ട് കുറേ ഇങ്ങനെ നടന്നു കഴിയുമ്പം ഇവർ പറയാൻ വരുന്നത് എന്താന്ന്, ഞാൻ കൗൺസിലിംഗ് സെഷനിൽ ഇരിക്കുമ്പം ഇവർ രണ്ട് സെൻറ്റൻസ് പറയുമ്പോൾ മൂന്നാമത് എന്താ പറയാൻ പോകുന്നതെന്ന് പലപ്പോഴും എനിക്കറിയാം. ചിലരോടൊക്കെ ഞാൻ ഒത്തിരി ഇങ്ങനെ കാട് കയറി പോകുമ്പം 1-2 കാര്യം അങ്ങോട്ടങ്ങ് ചോദിക്കും. അപ്പം ചോദിക്കും, എങ്ങനെ മനസ്സിലാവുന്നു മാഡം, ഞാൻ ഇതാ ഇപ്പം അങ്ങോട്ട് പറയാൻ വന്നത്. ഇത് നമ്മൾ കുറച്ച് നാൾ ഒരു കാര്യമായിട്ട് ഇടപെട്ട് കഴിയുമ്പം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഈ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പിന്നെ എന്തോ ചെയ്യാൻ തുടങ്ങും? ജനറലൈസ് ചെയ്യാൻ തുടങ്ങും. എന്താ? ജനറലൈസേഷൻ. ആ ജനറലൈസേഷൻ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നോ, പിന്നെ നമ്മളെ തിരുത്താൻ കർത്താവിന് പോലും, നമ്മളെ തിരുത്താൻ പിന്നെ ആർക്കും പറ്റത്തില്ല, കർത്താവിന് പോലും പറ്റത്തില്ല. സോ അതുകൊണ്ട് ഈ അങ്ങോട്ട് കൊടുക്കുന്ന പ്രക്രിയ മാത്രമല്ല, അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ, റിലേഷൻഷിപ്പ് നന്നാവണമെങ്കിൽ ഫസ്റ്റ് വേണ്ടുന്നത് എന്താ? നമ്മൾ ഓക്കെ ആവണം. അവിടെ നമുക്കിന്ന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമുക്കിന്നുള്ള പ്രശ്നം ഓവർ തിങ്കിങ് ആണ്. ആ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇത് നമ്മളും നമ്മുടെ സമൂഹത്തിലുള്ളവരും ഒരുപോലെ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓവർ തിങ്കിങ്, പ്രത്യേകിച്ച് ഒരു 40-45 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഇത്തിരി കൂടാൻ തുടങ്ങും. മെനോപോസൊക്കെ ആവുമ്പോഴത്തേനെ പിന്നെ ഇതിൻ്റെ പീക്കിലോട്ട് അങ്ങ് കയറും. ഓവർ തിങ്കിങ് എന്താണെന്ന് ചോദിച്ചാൽ, വേണ്ടുന്നതിനും വേണ്ടാത്തതിനും എല്ലാം ഇങ്ങനെ അങ്ങ് ചിന്തിച്ചങ്ങ് കാട് കയറി അങ്ങ് പോവും. ഒരിക്കൽ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കാം. ഭർത്താവ് പറഞ്ഞു, എൻ്റെ പശുവിൻ്റെ പാല് കടയിൽ കൊടുക്കണം, ഞാൻ വിൽക്കും.
ഭാര്യ പറഞ്ഞു പറ്റത്തില്ല, വീട്ടിലെടുക്കണം, കൊച്ചുങ്ങൾക്ക് കൊടുക്കണം. ഇവർ തമ്മിൽ ഭയങ്കര വഴക്ക്, കലശലായ വഴക്ക്. അപ്പോൾ ഇത് കേട്ടോണ്ട് പോയ പുള്ളി കയറി വന്ന് മധ്യസ്ഥം പറയാൻ കയറി വന്നു. കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ചെന്നാൽ പിന്നെ പാല് നിങ്ങൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കുറച്ച് പുറത്ത് കൊടുക്കുക, കുറച്ച് അകത്തെടുക്കുക, ഇങ്ങനെ പുള്ളി കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞ്. പിന്നെ പശു എത്ര ലിറ്റർ പാല് തരും ഒരു ദിവസം? ഇപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളതിന് പശുവിനെ വാങ്ങിച്ചിട്ടില്ല, പശുവിനെ വാങ്ങിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ഓവർ തിങ്കിങ്. വാങ്ങിച്ചിട്ടും ഇല്ല, കണ്ടിട്ടും ഇല്ല. കൊച്ച് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. അവിടെ എങ്ങാണ്ട് ഒരു കേസ് കേട്ട് ഇനി ഇത് ഒരമ്മ എൻ്റെ അടുത്ത് വന്ന കൊച്ചിന് 12 വയസ്സായപ്പോൾ ഗൾഫ് കൺട്രിയിലാണ്. ഹസ്ബൻഡും ഈ കൊച്ചുമൊക്കെ വല്ലാത്ത ഫ്രസ്ട്രേഷനില്ല. ഈ കൊച്ചിനെ പുറത്തോട്ട് വിടത്തില്ല, വെളിയിലോട്ട് കളിക്കാൻ വിടുന്നില്ല. അതുവരെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. സ്കേർട്ട് ഇടാൻ സമ്മതിക്കുന്നില്ല. മൊത്തത്തിൽ അമ്മ അങ്ങ് ഭയങ്കര റെസ്ട്രിക്ഷനും, അമ്മയ്ക്ക് വല്ലാത്ത ആൻസൈറ്റി. ഹസ്ബൻഡിന് മനസ്സിലായി ഇത് അത്ര സാധാരണമായിട്ടുള്ള ഒന്നല്ലെന്ന്. വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ 12ാമത്തെ വയസ്സിൽ അമ്മയ്ക്കൊരു അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്, ഒരു ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ ഉള്ളിൽ കിടക്കുക. തൻ്റെ മകള് ആ പ്രായം എത്തിയപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഭയം. ഇങ്ങനെ പല കാര്യങ്ങളും അല്ലേ, ഇങ്ങനെ പലതും നമ്മൾ ഓവർ തിങ്കിങ്. കൊച്ചു സ്കൂളിൽ നിന്ന് വരാൻ ഇത്തിരി ലേറ്റ് ആയാൽ നമ്മുടെ ചിന്ത എവിടെ വരെ പോവും? അങ്ങ് മോർച്ചറി വരെ പോവും അല്ലേ? അല്ലെങ്കിൽ ഇത്തിരി ഒന്ന് മാറി ചിന്തിക്കാൻ, ബസ്സിൻ്റെ ടയർ പഞ്ചറായിരിക്കും, അല്ലെങ്കിൽ പുതിയ ഡ്രൈവർക്ക് റൂട്ട് മാറിയതായിരിക്കും. ഇതൊന്നും നമ്മുടെ തലയിലോട്ട് വരത്തില്ല. കാരണം എന്താ? സ്റ്റഫ് വിത്ത് ഓൾ നെഗറ്റിവിറ്റി അല്ലേ? ചുറ്റുപാടുമുള്ള സകല നെഗറ്റിവിറ്റിയും, ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായ സകല നെഗറ്റിവിറ്റിയും പിടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ? ഉപബോധ മനസ്സിൽ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മധുരകരമായിട്ടുള്ള ഒരു അനുഭവം ഒന്ന് പറയാന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇപ്പോൾ ഓർമ്മ വരും? ആ സമയം നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയൊരു സംഭവം പറയാൻ പറഞ്ഞാൽ പടാന്നായിരിക്കും വരുന്നതല്ലേ? അപ്പൊ ദിസ് ഇസ് എ ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഓവർ തിങ്കിങ് ഇല്ലാതാകണമോ, ഓവർ തിങ്കിങ് കുറയ്ക്കണോ? നമ്മളുടെ എന്തായിരിക്കണം? ഉള്ള് ശുദ്ധമായിരിക്കണം. വേണ്ടാത്തതിനെയൊക്കെ എടുത്ത് കളയണം. നിങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ലെങ്കിൽ എല്ലാ വർഷത്തിലും ഒരു ക്ലീനിങ് നടക്കും. ഒരു പെയിന്റ് അടി കഴിയുമ്പോൾ നമ്മുടെ വീടിന് ഭംഗി മാത്രമാണോ കൂടുന്നത്? പല ആൻറ്റിമാരും വീട്ടിൽ പെയിന്റ് അടിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവർ വരുമ്പോഴേ ഈ മൂലയും മുടുക്കുമൊക്കെ ഒന്ന് എടുത്ത് തട്ടി മൊത്തത്തിലൊന്ന് ക്ലീൻ ആകത്തുള്ളൂ. ഈ ഒരു പ്രോസസ്സ് എവിടെ നടക്കണം? നമ്മുടെ ഉള്ളിൽ നടക്കണം. ഈച്ച് ആൻഡ് എവ്രി ഡേ. അതാ ഞാൻ പറയാൻ വന്നേ. ആസ് ലീഡേഴ്സ് നമ്മൾ ഓടി നടന്നാൽ മാത്രം പോരാ. നമ്മളുടെ റിലേഷൻഷിപ്പ് നന്നാകണമെങ്കിൽ യു ഷുഡ് സിറ്റ് സം ടൈം ഫോർ യുവർ സെൽഫ്. നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ ഇരിക്കണം. ഞാൻ എല്ലാ സ്ത്രീകളോടും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു ദിവസം 45 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഞങ്ങൾക്ക് ലേഡീസിൻ്റെ വെൽനെസ്സിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമുണ്ട്, സെനോറ ദ റിയൽ ലേഡി എന്ന് പറഞ്ഞിട്ട്. അവരെ ഫിസിക്കലി, മെൻ്റലി, സൈക്കോളജിക്കലി, സ്പിരിച്വലി ഒക്കെ വെൽബീയിങ്ങിലേക്ക് ആക്കുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് പലരും വന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞ, മാഡം എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ സമയം കൂടുതൽ ജീവിതത്തിൽ വരാൻ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, 24 മണിക്കൂറേ ഉള്ള എല്ലാവർക്കും. അല്ല, 3 പിള്ളേരുണ്ട്, തിയേറ്ററുണ്ട്, പിന്നെ വീട്ടിലെ അമ്മായിയമ്മയുണ്ട്, 10,000 ചെടിയുണ്ട് പുള്ളിക്കാരത്തിക്ക്. അതിൻ്റെ ഇലയൊന്നും വാടാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഒരു ദിവസം 45 മിനിറ്റ് നിനക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത്. 45 മിനിറ്റ് എനിക്ക് വേണ്ടിയോ? പുള്ളിക്കാരത്തിയുടെ അവസ്ഥ അതായതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് നമ്മൾ പറഞ്ഞത് കേട്ടു. ഈ പറഞ്ഞതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഒരു ഫെലോഷിപ്പും കൂടെ ചെയ്തു. ഇതിനൊന്നും ഒരു മാറ്റം വന്നില്ല. ഫെലോഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭാരിച്ച ഉത്തരവാദിത്വം. ഒരു ഫെലോഷിപ്പും കൂടെ ചെയ്തു. അപ്പം നമുക്ക് സമയമില്ലാത്തതല്ല പ്രശ്നം, നമ്മളുടെ പ്രയോറിറ്റിയാണ് പ്രശ്നം. അപ്പം നല്ല ലീഡർ ആകണോ, നല്ല ഹ്യൂമൻ ബീയിങ് ആകണോ, ഫസ്റ്റ് യു ഷുഡ് ലിസൺ yourself and sit some time for yourself
ആൻഡ് ലേൺ ഹൗ ടു സിറ്റ് കാംലി. എങ്ങനെയാണ് ഒന്ന് കാമായിട്ട് ഇരിക്കാൻ പറ്റുന്നതെന്ന് പഠിക്കണം. അപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ബെറ്ററായിട്ട് മുന്നോട്ട് പോവാൻ പറ്റും. രണ്ടാമത്തത് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം സുന്ദരമാക്കി. എനിക്കറിയാം നിങ്ങൾ ലീഡേഴ്സ് ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അത്യാവശ്യം നല്ല ബന്ധം ഉണ്ടാക്കി പോകുന്നവരാണെന്ന് എനിക്കറിയാം. ചിലർക്കൊരു പ്രശ്നമുണ്ട്, ചിലർ നാട്ടിൽ ഭയങ്കര നല്ല മനുഷ്യരായിരിക്കും, വീട്ടിൽ ചോദിക്കരുത്. കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയാവൂ എന്ന് പറയുന്ന പോലെ വീടിനകത്ത് ചോദിക്കാൻ പാടില്ല. ചിലർ വീട്ടിൽ നല്ലതായിരിക്കും, പക്ഷെ നാട്ടിൽ പ്രശ്നക്കാരായിരിക്കും. എല്ലാ പുലിവാലും അവർ പിടിക്കും. പള്ളിയിൽ ഏത് കമ്മിറ്റി ഉണ്ടെങ്കിലും അവർക്ക് 4 ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഇരിപ്പുറയ്ക്കത്തില്ല. അവിടെ എന്തെങ്കിലും എവിടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിൻ്റെ കൂട്ട് 2 സ്പൂൺ എണ്ണ ഒഴിച്ചില്ലെങ്കിൽ അവർക്ക് അന്നത്തെ രാത്രിയിൽ ഉറക്കം വരത്തില്ല. സോ ഗുഡ് സൈൻ ഓഫ് എ ഗുഡ് ലീഡർ, ഒരു നല്ല റിലേഷൻഷിപ്പ് ഉള്ള ഒരു ലീഡറിൻ്റെ ഗുഡ് സൈൻ എന്താണെന്ന് വെച്ചാൽ ദ സ്കിൽ ഓഫ് കോൺഫ്ലിക്റ്റ് റെസല്യൂഷൻ. The skill of conflict resolution. പ്രശ്നം ഉണ്ടാക്കുകയല്ല, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്. ലീഡർ ഷുഡ് നോ ദിസ് സ്കിൽ. ഒരു ലീഡർ എന്നല്ല ഞാൻ പറയുമ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ജീവിക്കണമെങ്കിൽ ഈ ഒരു സ്കില്ല് കൂടിയേ തീരൂ. പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല, പ്രശ്നം പരിഹരിക്കുന്നവരായിട്ട് മാറണം. പ്രശ്നമില്ലാത്തൊരു ജീവിതം ഉണ്ടോ നിങ്ങൾ പറഞ്ഞേ? എത്ര? ഒരു 350. ഓക്കെ. പ്രശ്നമില്ലാത്ത ജീവിതം ഉണ്ടോ നിങ്ങൾ പറ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഒരു പ്രശ്നം ഒന്ന് തീർത്ത് വെക്കുമ്പോൾ അയ്യോ എന്തുമായാലും ബാങ്കിലെ ലോൺ അങ്ങ് തീർന്നു, EMI തീർന്നെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത കാർ ലോൺ വരും അല്ലേ, അടുത്ത പ്രശ്നം അടുത്തത് വരും. പക്ഷേ ലാസ്റ്റ് ബ്രത്ത് വരെ നമുക്ക് എന്തുണ്ടാവും? പ്രശ്നമുണ്ടാവും. ഈ പ്രശ്നത്തെ, നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നത്തെ ആയാലും മറ്റുള്ളവരുടെ പ്രശ്നത്തെ ആയാലും, പ്രശ്നം കൂട്ടാനാണോ നമ്മൾ ശ്രമിക്കുന്നത്, കുറയ്ക്കാനാണോ ശ്രമിക്കുന്നത്? കുറയ്ക്കാൻ. എക്സാക്ട്ലി. നമുക്ക് കുറയണമെന്നാണ്, കുറയ്ക്കണമെന്നാണ് ആഗ്രഹം. ഈ കുറയ്ക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? എന്ത് വേണം? പ്രശ്നത്തെ ഒരു പദ്ധതിയായിട്ട് കാണണം. അത് കൊള്ളാം. പദ്ധതിയാകുമ്പോൾ തീരുമല്ലോ. പഞ്ചവത്സര പദ്ധതി, ത്രിവത്സര പദ്ധതി അല്ലേ? പ്രശ്നത്തെ ഒരു പദ്ധതിയായിട്ട് കാണണം. അതിനെ നമുക്ക് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാം. ഈ പ്രശ്നത്തെ അവസരമാക്കി മാറ്റുന്നവരുണ്ട് അല്ലേ? പ്രോബ്ലംസിനെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റുന്നവരുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഓൾ ഓഫ് എ സഡൻ ഓപ്പർച്യൂണിറ്റി ഒന്നും ആക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എക്സാമ്പിൾ ആക്കാവുന്ന ഒരാളുണ്ട്. നമ്മുടെ സംഘടനയുടെ പേരിൽ തന്നെയുണ്ട്. ആര്? വിശുദ്ധ കന്യാമറിയം. കന്യാമറിയാമ്മ ഒരു പ്രശ്നത്തെ അവസരമാക്കി മാറ്റി. ഒരു പ്രശ്നത്തെ അല്ല, ദ ഫസ്റ്റ് സൈൻ അല്ലേ, മകൻ്റെ ആദ്യ അത്ഭുതം നടക്കാൻ കാരണമായത് അമ്മ ഒരു പ്രശ്നത്തെ അവസരമാക്കി മാറ്റിയത് കൊണ്ടാണ് അല്ലേ? ഒരു പ്രശ്നത്തെ അവസരമാക്കി മാറ്റി. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, മകൻ ഈ കഴിവുകളെല്ലാം ഉണ്ടെന്ന് അമ്മയ്ക്കറിയാം. 30 വയസ്സുവരെ മകൻ ഈ എല്ലാ കഴിവുകളും ആർജിക്കുന്നതും തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതും ആത്മീയതയിലൂടെ അത് കൊണ്ടുവരുന്നതും ഒക്കെ ഈ അമ്മ കണ്ടു. പക്ഷേ എവിടെയോ ഇത് പബ്ലിക്കിലേക്ക് ആക്കുന്നതിൽ കർത്താവ് പോലും ഒന്ന് പുറകോട്ട് നിന്നപ്പോൾ അമ്മ എടുത്ത ഒരു എഫേർട്ട്, അത് മകനെ കൊണ്ട് അത്ഭുതം ചെയ്യിക്കാനല്ല, എൻ്റെ മകനെ ഷോക്കേസ് ചെയ്യിക്കാനല്ല, എൻ്റെ മകൻ്റെ കഴിവ് 10 പേരറിയാൻ വേണ്ടിയല്ല, പക്ഷെ ആ പ്രശ്നത്തോടുള്ള അമ്മയുടെ പെർസ്പെക്റ്റീവ് എന്തായിരുന്നു? അമ്മയുടെ പെർസ്പെക്റ്റീവ് ആ പ്രശ്നം എങ്ങനെയെങ്കിലും അവിടെ പരിഹരിക്കപ്പെടണം. എന്താ? ആ പ്രശ്നം അവിടെ എങ്ങനെയെങ്കിലും പരിഹരിക്കപ്പെടണം. പക്ഷെ അതെല്ലാവരും വിളിച്ചുകൂട്ടി അറിയിച്ചിട്ടാണോ? നമ്മൾ ചിലരുണ്ട് പ്രശ്നമൊക്കെ പരിഹരിച്ചു കൊടുക്കും, പക്ഷെ പ്രശ്നം പരിഹരിച്ചതാണെന്ന് ഞാനാണെന്ന് പറഞ്ഞ് എന്നെ പൊന്നാട ഇട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ അവിടെ ചട്ടി ഉടച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടേ വരും.
പ്രശ്നം പരിഹരിക്കാനൊക്കെ എനിക്ക് കഴിവുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ പരിഹരിച്ച് തരികയും ചെയ്യും. പക്ഷെ എന്നെ എന്തോ വേണം? പൊന്നാട ഇട്ട് ആദരിച്ചോണം. കന്യാമറിയം അങ്ങനെയായിരുന്നോ? അല്ല. ആ പ്രശ്നത്തെ അറിയിക്കേണ്ടവരിലേക്ക് മാത്രം അറിയിച്ചു. ഇന്നത്തെ നമ്മുടെ ഒരു രീതിയാണ്, എവിടെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ഭയങ്കര സിമ്പതിയാ, അല്ലേ? ദയവേദി സിമ്പതി ഉണ്ടാക്കരുത്. സിമ്പതി ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമോ, അങ്ങനെ സംഭവിച്ചു പോയോ, അങ്ങനെ സംഭവിച്ചതായിപ്പോയി. സിമ്പതി ഈസ് വേസ്റ്റ് ഓഫ് ടൈം. പകരം നമുക്കൊരു ആറ്റിറ്റ്യൂഡ് വരണം, എംപത്തറ്റിക്കൽ അപ്രോച്ച്. അതാണ് വരേണ്ടത്. വാട്ട് ഈസ് എംപതി? ലൈങ് ദ ഷൂ ഓഫ് എൻ അനദർ പേഴ്സൺ. മറ്റൊരാളുടെ ചെരുപ്പിൽ കയറി നിൽക്കുക, മറ്റൊരാളുടെ ഷൂയിൽ കയറി നിൽക്കുക. ഷൂയിൽ കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചപ്പലാണെങ്കിൽ ആർക്കാരുടെ ഇട്ടുകൊണ്ട് പോവാം, അല്ലേ? കൊച്ചുങ്ങളൊക്കെ ചപ്പലിട്ടുകൊണ്ട് പോവും, വലിയവരുടെയൊക്കെ എടുത്തിട്ടുകൊണ്ട് പോവും. പക്ഷെ ഷൂ ആണെങ്കിൽ കറക്റ്റ് സൈസ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊന്ന് ഒരടി വെക്കാൻ പറ്റത്തില്ല. അപ്പം മറ്റുള്ളവർ, എനിക്കാണിത് സംഭവിച്ചതെങ്കിൽ, അതിനെയാണ് എന്ത് പറയുന്നത്? എംപത്തറ്റിക്കൽ അപ്രോച്ച്. എനിക്കാണിത് സംഭവിച്ചിരുന്നെങ്കിൽ, എൻ്റെ വീട്ടിലാണിത് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഇടപെടും? അതുപോലെ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മളൊരു ഗുഡ് ലീഡർ, എ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ലീഡറായിട്ട് മാറുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആരായി മാറുമെന്ന് അറിയാമോ? റിലേഷൻഷിപ്പ് കട്ടിംഗ് ലീഡറായി മാറും. അങ്ങനെ ചില ലീഡർമാരുണ്ട്. ലീഡർമാരെ അകത്ത് കയറ്റിയാൽ മതി, പിന്നെ ആ വീട്ടിലെ 4 പേര് 4 കൊമ്പത്തിരിക്കുന്നത് കാണാം. ലീഡറിൻ്റെ യഥാർത്ഥ ഗുണം എന്താ? ഈ 4 കൊമ്പത്തിരിക്കുന്നവരെ പിടിച്ചോണ്ട് വന്ന് ഒന്നാക്കി കൊണ്ടുപോകണം. ഈ ഒന്നായി പോവുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടുള്ള കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. നിങ്ങൾ പറഞ്ഞേ, ആണോ? ആണോ? ഒന്നായി പോവുക, ഒന്നായി പോകുന്നതാണ് ദൈവീകം, അല്ലേ? ഒന്നായി പോകുന്നതാണ് ദൈവീകം. യൂണിറ്റി ഈസ് ഗോഡ്ലി, ഡിവിനിറ്റി ഈസ് വേൾഡ്ലി. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ദൈവീകമാണ്, മുറിഞ്ഞ് അടർന്നടർന്ന് പോകുന്നത് ഭൗതികമാണ്. ഒന്നായി തീരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തേ പറ്റൂ. നമ്മളുടെ പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പരിഹരിച്ചേ മതിയാകൂ. അത് നമുക്ക് മാത്രം വേണ്ടിയുള്ള പരിഹാരമല്ല. അതായത് എന്താണെന്നറിയാമോ? ഇന്ന് മനുഷ്യർക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം വൈകാരികമായിട്ടങ്ങ് വല്ലാത്ത ഒരു ചുഴിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇമോഷണൽ കോഷൻ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇമോഷണൽ കോഷൻ, വൈകാരിക ബുദ്ധി കേട്ടിട്ടുണ്ടോ? ഈ വൈകാരിക ബുദ്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു പയ്യൻ അവനിരുന്ന് ഗെയിം കളിക്കുക. ഗെയിം കളിക്കുമ്പം അമ്മ വന്ന് പറയടാ, നമ്മുടെ പിന്നെ മുത്തശ്ശി മരിച്ചുപോയി. പയ്യൻ എന്തോ പറയുന്നത്? മരിച്ചതല്ല ഉള്ളൂ. അവൻ്റെ റിപ്ലൈ ആണ് മരിച്ചതല്ല ഉള്ളൂ എന്ന് പറഞ്ഞാൽ സുബോധം പോയിട്ട് ബോധം പോലും ഇല്ല. ആരാ മരിച്ചത്? മനസ്സിലായോ? നമുക്ക് വൈകാരികമായിട്ടുള്ള ബുദ്ധി ഇന്ന് നമ്മളുടെ ഉള്ളിൽ നിന്നും നമ്മളുടെ സമൂഹത്തിൽ നിന്നും ഒക്കെ അങ്ങ് പോയി. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ, പ്രശ്നങ്ങളും കൊണ്ട് വരുമ്പോൾ നമ്മൾ ഈ പ്രശ്നത്തെ അനലൈസ് ചെയ്ത് ചെന്ന് എത്തുമ്പം എന്താ പറയുന്നത്? ഒരു നിസ്സാര സംഭവത്തിലായിരിക്കും തുടങ്ങുന്നത്. ഒരു നിസ്സാര സംഭവത്തിൽ തുടങ്ങിയത് ആ പെങ്കൊച്ച് എന്തോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മാല അങ്ങോട്ട് ഊരിയിട്ട് മിന്നങ്ങോട്ട് എടുത്ത് ഫ്ലഷിലോട്ടിട്ട് ക്ലോസറ്റിനകത്തോട്ടിട്ട് ഒരു ഫ്ലഷ് അടിച്ചു. ഇത്രയല്ല ഉള്ളൂ നിൻ്റെ പ്രശ്നം, തീർന്നില്ലേ? എന്നിട്ട് ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചതാ, ഇത്രയല്ല ഉള്ളൂ നിൻ്റെ പ്രശ്നം, തീർന്നില്ലേ? കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ചിലയിടത്തൊന്ന് അല്പം ക്ഷമിച്ചു കൊടുക്കാൻ, ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ, ഒന്നുകൂടെ ഒന്ന് കേൾക്കാൻ, ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ, പരസ്പരം ഒന്ന് എന്താ പറയുന്നത്, കൈ ചേർത്ത് പിടിക്കാൻ, ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒന്നും ഇന്ന് പറ്റുന്നില്ല. കേൾക്കാൻ തന്നെ നമുക്ക് പറ്റുന്നില്ല. ലിസണിങ് സ്കിൽസ് നമുക്കിന്ന് ഭയങ്കര കുറഞ്ഞു പോയി. കാരണം നമുക്ക് കേൾക്കാൻ എന്തൊക്കെയാ, ഒരു ദിവസത്തെ നോട്ടിഫിക്കേഷൻ മുഴുവനും
എടുത്ത് കഴിയുമോ? കഴിയത്തില്ല. ഞാൻ പറയും, ആസ് ലീഡേഴ്സ് നമ്മുടെ വീട്ടിലും നമുക്കും നമ്മൾ ചെല്ലുന്നിടത്തും ഇന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഡിജിറ്റൽ ഹൈജീൻ. കുളിക്കുന്നതും പല്ല് തേക്കുന്നതും മറ്റ് ശാരീരികമായിട്ട് നമ്മൾ പാലിക്കുന്ന ഹൈജീൻ പോലെ, പ്രാർത്ഥിക്കുന്ന പോലെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ ഹൈജീൻ. എന്താണ് ഡിജിറ്റൽ ഹൈജീൻ? ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഗാഡ്ജറ്റുകൾ എത്ര മണിക്കൂർ പ്രവർത്തിപ്പിക്കാം? അണയാത്ത ടി വികളുള്ള വീട്. ടി വി എന്ന് പറയുന്ന സംഭവം അണയ്ക്കാറേ ഇല്ല. അണയാത്ത ടി വികൾ. രാത്രിയുടെ ഇരുൾ വെട്ടങ്ങളിൽ ബെഡ്ഷീറ്റിനകത്തൂടെ മൊബൈൽ വെട്ടങ്ങൾ വരുന്ന വീടുകൾ. ഇന്നലെ ഒരു വൈഫ് എന്നോട് പറഞ്ഞതാണ്, ഇന്നലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരു ദിവസം ഞാൻ മിനിമം 9 സെഷൻസ് എടുക്കും. ഇന്നലെ രാത്രി ഞാൻ എടുത്ത കേസ്, 2 പേരും വിദേശത്താണ്. അവൾ എന്നോട് പറഞ്ഞത്, മാഡം 1 മണിക്ക് ഇപ്പൊ 2 പേരും 2 റൂമിലാണ് കിടക്കുന്നത്. അങ്ങനെയായി അവസ്ഥ. 10 വർഷമായി വിവാഹ ജീവിതം, 8 വയസ്സുള്ള ഒരു കുഞ്ഞ്, 2 പേരും 2 മുറിയിൽ. അവൾ എന്നോട് പറഞ്ഞത്, അവനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീ രാത്രി 1 മണിക്ക് വീഡിയോ കോള് വിളിച്ചിരിക്കുന്നു. ഭർത്താവിൻ്റെ ഫോൺ ചെക്ക് ചെയ്തപ്പം രാത്രി 1 മണിക്ക് വീഡിയോ കോൾ. എന്ത് ബിസിനസ് ആവശ്യം, എന്ത് കാര്യമാണെങ്കിലും ഓഡിയോ കോള് മതിയല്ലോ മാഡം, എന്തിനാണ് ഈ വീഡിയോ കോള് ചെയ്യുന്നത്? ഒരു സർജറിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് 10-10:30 ആകുമ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേന്ന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. 3 മണിയാവുമ്പോഴും തോണ്ടിക്കൊണ്ടിരിക്കുന്ന കാണാം. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഉടനെ ഓഫ് ചെയ്യും. അവൻ എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു, മാഡം എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമില്ല. 10 വർഷം ഈ സ്ത്രീ ഇത് സഹിച്ചു. അവൾക്ക് തീരെ സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവളുടെ വീട്ടിൽ പറഞ്ഞു, അടുത്ത 2 സുഹൃത്തുക്കളോട് പറഞ്ഞു. കാരണം ഇനി എൻ്റെ കൈ നിൽക്കത്തില്ല, എന്തെങ്കിലും ചെയ്തു പോകുമെന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് പറഞ്ഞത്. അവൻ എന്നോട് മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, അവൾ എന്തിനു പറഞ്ഞു? അവൻ്റെ ഈഗോ ഹർട്ടായി. എന്തിനു പറഞ്ഞു? നമ്മളുടെ ജീവിതങ്ങൾ, ഉള്ളിലുള്ള ജീവിതങ്ങൾ ഇങ്ങനെ നമ്മൾ എന്തിൻ്റെയൊക്കെ പുറകിൽ വിരഞ്ഞോടുന്ന ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു ലോകം എത്ര സമയം ഉപയോഗിക്കണം, അതിനാണോ പ്രാധാന്യം? എൻ്റെ വീട്ടിലാണോ പ്രാധാന്യം? എനിക്ക് എന്നെ പ്രാധാന്യമുണ്ടോ? എൻ്റെ ദൈവത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ കയറുന്ന ഓരോ വീടുകൾ, നിങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ, നിങ്ങളുടെ ഇടവകകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അതാണ്. നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത് തന്നെ ഈ മൊബൈലിനകത്താണ്, അല്ലേ? സോ ഷുഡ് മെയിൻറ്റെയിൻ ഡിജിറ്റൽ ഹൈജീൻ. നമ്മൾ ആസ് എ ലീഡർ എന്നുള്ള രീതിയിൽ എവിടെയും നമുക്ക് കാണിച്ചു കൊടുക്കാവുന്ന, ചിലർക്കൊരു രസമുണ്ട്, പ്രാർത്ഥനയ്ക്ക് പാട്ടുപാടി നല്ല കൈയടിച്ച് മൂത്ത് വരുമ്പോഴാണ് മൊബൈൽ കിണുങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എടുത്ത് ചെവിക്കാത്ത. ഇതൊക്കെ നമ്മൾ ആസ് എ ലീഡർ എന്നുള്ള രീതിയിൽ നമ്മൾ മാതൃകകളായിരിക്കണം. മാതൃകകൾ. അതിനകത്ത് സൈലന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സൈലന്റ് എന്നുള്ളൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ അതിനെ കാമാക്കി വെക്കാനുള്ള ഓപ്ഷൻ അറിയത്തില്ലെങ്കിൽ ദയവ് ചെയ്ത് മൊബൈൽ നിങ്ങൾ വീടിന് വെളിയിൽ കൊണ്ടുപോകരുത്. അല്ലെങ്കിൽ ആ ഓപ്ഷൻ നമ്മൾ പഠിക്കണം. നമ്മൾ കൊടുക്കുന്ന മാതൃകകളാണ് നമ്മളുടെ കൂടെയുള്ള അണികൾ ചെയ്യുന്നത്. നമ്മൾ പറയുന്ന വാക്കുകളല്ല, കൊടുക്കുന്ന നമ്മളുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന മാതൃകളാണ്. അതുകൊണ്ട് നമ്മളോടുള്ള ബന്ധവും മറ്റുള്ളവരോടുള്ള ബന്ധവും വളരെ സുന്ദരമായിട്ട് കൊണ്ടുപോകണം. അതിന് വൈകാരിക ബുദ്ധി കൂടിയേ തീരും. വൈകാരിക ബുദ്ധി. നമ്മളൊരു ചെറിയ കാര്യം കേൾക്കുമ്പോൾ തന്നെ അങ്ങ് ടെൻഷൻ അടിച്ച് തുടങ്ങിയ നമ്മൾ സ്ത്രീകളുടെ ഒരു പ്രശ്നം, അയ്യോ അതെങ്ങനെ ചെയ്യും, അല്ലേ? കൊച്ചിന് പരീക്ഷ 10ാം ക്ലാസ്സിൽ കയറാൻ പോകുന്നതേ ഉള്ളൂ, അപ്പോഴത്തേന് അമ്മ ഇവിടെ നിന്ന് തുള്ളുക. അങ്ങനെ കൊച്ചുങ്ങളെ കൂടെ ആൻഷ്യസ് ആക്കുന്നവരുണ്ട്. ഒരമ്മ എൻ്റെ അടുത്ത് വന്നത്, ആ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞത്, പുറത്തോട്ട് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല, ഒരു സ്ഥലത്തോട്ട് ആ കൊച്ചിനെ വിടത്തില്ല, ആൻസൈറ്റിയാണ്, ഉത്കണ്ഠ.
നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിലാണോ വിശ്വാസം? നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഉത്കണ്ഠ. ഓരോ ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ. എന്നോടൊരു അപ്പൻ പറഞ്ഞതാ, +2 വരെ ഞാൻ കൊച്ചിനെ കൊണ്ടുവിടും, വിളിച്ചോണ്ട് വരും. സ്കൂളിലായാലും ട്യൂഷനിലായാലും കൊണ്ടുവിടും, വിളിച്ചോണ്ട് വരും. പക്ഷെ ഇപ്പൊ അവള് പഠിക്കുന്നത് എവിടെയാ? UK ത്രോട്ട് ഒരു ചെറിയ ഇഷ്യൂ. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ബോറാവുന്നെന്ന്. ചായ കുടിക്കുന്ന സമയത്ത് എന്തായാലും വിട്ടേക്കാം. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. 5 to 10 മിനിറ്റ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ദ ഫൈനൽ വൺ. നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മളുടെ വൈകാരിക ബുദ്ധി കുറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ലേണിംഗ് ഡിസേബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പിരിപിരിപ്പുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് സ്വഭാവ വൈകല്യമുള്ള, പെരുമാറ്റ വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കാണുവാണെങ്കിൽ നിങ്ങൾ പറയണം, ആ കുഞ്ഞിനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ പ്രശ്നമുണ്ട്, നമ്മൾ അവർ ശ്രമിച്ചിട്ടും മാറുന്നില്ല, നിങ്ങളൊരു കൗൺസിലിങ്ങിന് പോ. ഞാൻ ചോദിച്ചോട്ടെ, ശരീരത്തിനൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണുമോ? കാണും. ഇന്ന് അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളും. പണ്ട് ഈ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലയോ, 100-ൽ ഒരാൾക്കോ അല്ലെങ്കിൽ 1000-ൽ ഒരാൾക്കോ ഉള്ളൂ. ഇന്ന് അങ്ങനല്ല, നമ്മൾ 4-ൽ ഒരാൾക്ക് ഈ പ്രശ്നം ഉണ്ട്. സമയത്ത് അതിനെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഡിവോഴ്സായി മാറും, അത് സൂയിസൈഡായി മാറും, അത് മർഡറായി മാറും, അത് പഠന വൈകല്യമായി മാറും, സ്വഭാവ വൈകല്യമായി മാറും, വ്യക്തിത്വ വൈകല്യങ്ങളായി മാറും. അതുകൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറഞ്ഞാൽ, അതും നമ്മൾ ഏർലി ഇൻ്റർവെൻഷൻ ആദ്യം തന്നെ ഇടപെടുവാണെങ്കിൽ മരുന്നുകൾ പോലും ഇല്ലാതെ നമുക്കിതെല്ലാം മാറ്റാൻ പറ്റും. അതിനിന്ന് നിങ്ങളൊരു സെൻറ്ററിലോട്ട് പോകണമെന്ന് പോലും ഇല്ല, നിങ്ങളുടെ ഫിംഗറിലുണ്ട്. നമ്മൾ ആ ഉപയോഗിക്കുന്ന സാധനത്തിനകത്ത് തന്നെ ഉണ്ട്. സൈക്യാട്രിസ്റ്റ്, ഇപ്പം ഞങ്ങളുടെ ആത്മയാണെങ്കിൽ സൈക്യാട്രിസ്റ്റുകൾ അടക്കമുള്ളവരെ എവിടെ തരും? ഫിംഗർ ടിപ്പിൽ തരും. പ്രിസ്ക്രിപ്ഷൻ പോലും അയച്ചു തരും. അത് കൊണ്ടുപോയി മരുന്നൊന്ന് വാങ്ങിച്ചാൽ മതി. എങ്ങും പോയി അപ്പോയിൻമെൻ്റ് എടുക്കണ്ട, കാത്തിരിക്കണ്ട. അപ്പം നമ്മൾ ചില പ്രശ്നങ്ങളെ സമയത്ത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ എന്തായി മാറും? പ്രശ്നമായി മാറും. നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും, കൊല്ലത്തുള്ളൊരു പെൺകുട്ടിയാണ് ദിവ്യ ജോണി. കുണ്ട്ര കൊല്ലം ആ സൈഡിൽ വരും. സ്വന്തം കുഞ്ഞിനെ കൈകൊണ്ട് ഇല്ലാതാക്കിയ ഒരമ്മ. ഇപ്പം ഞാൻ അവളുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ പെൺകുട്ടി ലോകത്തില്ല. അവൾ ആത്മഹത്യ ചെയ്തു. അന്നേ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഒരു പ്രാവശ്യം പ്രഗ്നൻ്റ് ആവും. നല്ല പോലെ റിക്കവർ ആയതാ. PSC റാങ്ക് ലിസ്റ്റിലൊക്കെ അവളുടെ പേരുണ്ട്. MSc B.Ed കാരിയാണ്, മാത്തമാറ്റിക്സ്. രണ്ടാമത് വിവാഹം കഴിച്ച് പ്രഗ്നൻ്റ് ആയി. പ്രഗ്നൻ്റ് ആവുമ്പോൾ അവൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും പോസ്റ്റ്മോർട്ടം സൈക്കോസിസും വന്ന ആളായതുകൊണ്ട് പ്രഗ്നൻ്റ് ആവുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കെയർ, സൈക്കാട്രിക് മരുന്നുകളുടെ കെയർ എല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരത്തി ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അവളെല്ലാം കംപ്ലീറ്റ്ലി നിർത്തി. അവളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവളെ കേൾക്കാൻ, അവളെ സ്നേഹിക്കാൻ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്കിതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ രോഗം മൂർച്ഛിച്ചു, ആത്മഹത്യ ചെയ്തു. പഠിത്തമുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിദ്യാഭ്യാസം ഉണ്ടെന്നൊന്നും ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാനസിക ആരോഗ്യം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ നാട്ടിലോ ആരെങ്കിലും പറയുക, എനിക്ക് നല്ലപോലെ ഇപ്പം ഇരിക്കാൻ പറ്റുന്നില്ല, ടെൻഷനാണ്, അല്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും ഒരു താല്പര്യമില്ല എന്ന് പറയുവാണെങ്കിൽ അവരെ ഒരു നല്ല കൗൺസിലിങ്ങിന് ഡയറക്റ്റ് ചെയ്യണം. പക്ഷേ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അരവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞ പോലെ ചില സെഷൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്ക് തന്നെ പോവുക. അപ്പം നമ്മുടെ വൈകാരിക ബുദ്ധിയൊക്കെ വളരെ ചോർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളോടൊന്നും ഇന്ന് നമുക്ക് ഒരു നോ പറയാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളോടൊക്കെ റിസപ്ഷനിസ്റ്റിനെ പോലെ ചിരിച്ചുകൊണ്ട് നിന്നോണം. നിങ്ങൾ ചെല്ലുന്ന വീടുകളിൽ പറയണം. ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിരിക്കുവാണെങ്കിൽ അവരോട് പറയണം, കുഞ്ഞെന്ന് പറയുമ്പോൾ കാത്തിരുന്ന് 4 വർഷമോ 5 വർഷമോ 8 വർഷമോ ഒക്കെ കാത്തിരുന്നായിരിക്കും ഈ ഒരു കുഞ്ഞിനെ കിട്ടുന്നത്.
ഈ കുഞ്ഞിനെ കിട്ടുമ്പം ഡേ 1 തൊട്ട് നമ്മൾ ആ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നറിയാമോ? കൂടുതൽ ഓവർ പാമ്പറിങ് ചെയ്യാതെ എല്ലാം അറിഞ്ഞും അറിയിപ്പിച്ചും വളർത്തണം. ഇന്നത്തെ അമ്മയപ്പന്മാരെന്താ ചെയ്യുന്നത്? ഇങ്ങനെ റിസപ്ഷനിസ്റ്റിനെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കും. 10 വയസ്സ് വരെ കുഞ്ഞ് എന്ത് ചെയ്താലും അങ്ങ് സമ്മതിച്ചു കൊടുക്കും. കൊടുത്തിട്ട് നമ്മളൊരു വാക്കും പറയും, കുഞ്ഞാ. എന്താ പറയുന്നേ? കുഞ്ഞാ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ വളർച്ച നടക്കുന്ന സമയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഉദരം മുതൽ 6 വയസ്സ് കാലഘട്ടം വരെയാണ്. എവിടെയാണ്? അമ്മയുടെ ഉദരത്തിലാണ് ഒരു പയറുമണിയുടെ അത്രയുമുള്ള ഒരു എംബ്രിയോ വളർന്നു വലുതായി എല്ലാ അവയവങ്ങളും വെച്ച് 2.5 കിലോ 3 കിലോ അല്ലെങ്കിൽ 4.5 കിലോ വരെയുള്ള ഒരു മനുഷ്യ കുഞ്ഞായിട്ട് മാറുന്നത്. അതുകൊണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പണ്ട് നമ്മുടെ അമ്മച്ചിമാർ പറയുന്നത് വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം, പുറത്തിറങ്ങി പേടിക്കരുത് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പുറകിലൊരു സയൻസ് ഉണ്ട്. ഇന്ന് പുറത്തിറക്കരുതെന്നൊന്നും പറയരുത്. പുറത്തിറങ്ങാൻ അന്ന് ഇരുട്ടുള്ള കാലഘട്ടമാണ്. പക്ഷേ അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ അതുകൊണ്ടാണ് മറിയ ചെന്ന് വന്ദനം ചെയ്യുമ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിൽ പിള്ള ആനന്ദം കൊണ്ട് തുള്ളി. ചിലരൊക്കെ നമ്മുടെ അടുത്ത് കയറി വന്ന് പറയും, അയ്യോ ശിശുസ്നാനമൊക്കെ ചെയ്തിട്ട് എന്തോ കാര്യം? മുതിർന്ന സ്നാനത്തിലാണ് കാര്യം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും വിട്ട് മാറില്ല. നിങ്ങൾ ഈ 6 വയസ്സ് കാലഘട്ടം വരെ എന്ത് കാണിച്ചു കൊടുക്കുന്നു അതാണ് അവരുടെ ജീവിതം. അതാണ് അവരുടെ ജീവിതം. ലൈഫിൽ ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് അവരുടെ ബാല്യകാലം പഠിക്കുക എന്നുള്ളത്. ബാല്യകാലത്തെക്കുറിച്ച് ചോദിക്കുമ്പം ബാല്യകാലത്തിൽ നടന്ന പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഇന്നും എന്തായിട്ട് നിൽക്കുന്നത്? പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഒരു പെൺകൊച്ചിന് എന്തൊക്കെ ചെയ്താലും കല്യാണം നടക്കത്തില്ല. അവർക്ക് 29 വയസ്സായി. ഏത് കല്യാണം വന്നാലും അറ്റത്ത് വരെ എത്തും, അത് മാറിപ്പോവും, ഏതെങ്കിലും രീതി മാറിപ്പോവും. അപ്പം അത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവൾ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവളുടെ ബാല്യകാലം ചോദിച്ചപ്പോൾ ഇവർ ട്വിൻസാണ്. ഒരാളെ വളർത്തിയത് അപ്പനും അമ്മയും, ഇവളെ വളർത്തിയത് ഇവളുടെ അപ്പൻ്റെ സഹോദരിയാണ്, മാവിയാണ് വളർത്തിയത്. മാവി ഇവൾ ചെറുപ്പമായിരുന്ന ആ ഒരു വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ മാവിയുടെ ഡിവോഴ്സിൻ്റെ പ്രോസസ്സ് നടന്ന കാലഘട്ടമായിരുന്നു അത്. എന്താണ്? കുഞ്ഞിൻ്റെ 1 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു മാവിയുടെ ഡിവോഴ്സിൻ്റെ പ്രോസസ്സ് നടന്നിരുന്നത്. ഈ കുഞ്ഞ് നമ്മൾ പറയൂ എന്തോ അറിയാം, കുഞ്ഞിനെന്തോ അറിയാം? ഇവളുടെ ഉൾമനസ്സിൽ മാവി അനുഭവിച്ച എല്ലാ സംഘർഷങ്ങളും കിടക്കുകയാണ്, എല്ലാ സംഘർഷം. അതുകൊണ്ട് വിവാഹത്തിനോട് ഇവളുടെ ഉപബോധ മനസ്സിനൊരു ഭയമാണ്. എന്താണ്? വിവാഹത്തിനോട് ഉപബോധ മനസ്സിലൊരു ഭയമുണ്ടായി. വിവാഹം എങ്ങനെയെങ്കിലും അവള് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അത് സ്റ്റോപ്പാവും. ചിലത് അവൾക്ക് മനഃപൂർവ്വം എഫർട്ട് ഇടും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ വൈകാരിക ബുദ്ധി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ആസ് എ ലീഡർ നിങ്ങൾ ആ സ്റ്റിഗ്മ എടുത്ത് കളയണം. പ്രസവം കഴിയുമ്പോൾ ഇന്ന് പല സ്ത്രീകൾക്കും പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണ്. അതവർ വെറുതെ പറയുന്നതല്ല. കുഞ്ഞിനെ നോക്കാൻ താല്പര്യമില്ല, മുല കൊടുക്കാൻ താല്പര്യമില്ല, കുഞ്ഞിനെ എടുത്ത് എവിടോട്ടെങ്കിലും കളയണമെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകണമെന്നുള്ള ചിന്ത. കാരണം എന്താ? പണ്ട് നമ്മൾ 5ഉം 6ഉം ഉള്ള കുടുംബത്തിൽ നിന്ന് വന്നൊരു കുഞ്ഞിനെ വളർത്തുന്നത് എങ്ങനെയാണെന്നും കൊണ്ടും കൊടുത്തും തല്ലിയും പിടിച്ചും ഒക്കെ വന്നെങ്കിൽ ഇന്നത്തെ പെൺകുട്ടികളൊക്കെ 23 വയസ്സായാലും പൊതിഞ്ഞുകൊണ്ട് പോവും, അമ്മ കഴുകിത്തരും. ഇങ്ങനെ 1 1.5 മുറിയുള്ള വീട്ടിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് എല്ലാ അറ്റൻഷനും കൂടെ ഒരു കുഞ്ഞിന് പോകുന്നു. അതുകൊണ്ട് മാത്രമല്ല മറ്റു പല സ്ട്രഗിൾസ്. ഞാൻ ഇത്രയും നാളുകൊണ്ട് കരുപിടിപ്പിച്ചുകൊണ്ട് വന്ന എൻ്റെ ജോബ്, എൻ്റെ കരിയർ എന്താകും, പല പല സംഘർഷങ്ങളുടെ ഇടയിലാവുമ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനൊക്കെ ഇത് കോമൺ ആണ്. അത് സമയത്ത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ഇന്ന് പല ഡിവോഴ്സുകളുടെയും കാരണം ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണ്. ഇത് പല വീട്ടുകളിലും തിരിച്ചറിയത്തില്ല. അവളുടെ സ്വഭാവം മാറിപ്പോയി, അവൾ വല്ലാത്ത പെണ്ണാണ്, അങ്ങനെ അവളെ കൊള്ളത്തില്ല, എടുക്കത്തില്ല എന്നും പറഞ്ഞ് ഡിവോഴ്സിലേക്ക് എടുത്ത് ചാടുന്നതിന് മുമ്പ് ഒരു വട്ടം ചിന്തിക്കുക, ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. അല്ലെങ്കിൽ അത് അവർക്ക് വേണ്ടുന്ന, അവിടെ ചെന്നാൽ നിങ്ങൾ പറഞ്ഞു തരും എന്താണ് അവർക്ക് വേണ്ടുന്നത്, എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്, എങ്ങനെ പെരുമാറിയാൽ അവരുടെ പ്രശ്നം മാറും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ആരെയും അവിടെ മാനസിക രോഗി ആക്കില്ല.
അപ്പം അങ്ങനെ വൈകാരിക ബുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ വൈകാരിക ബുദ്ധിയെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം ഞാൻ പറഞ്ഞത്. നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം, നമ്മളുമായിട്ട് നല്ല ബന്ധം വേണം, മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധം അക്സെപ്റ്റൻസിലൂടെ കൊണ്ടുവരണം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇതിനെയെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. എന്തായിരിക്കണം? സ്പിരിച്വൽ സ്ട്രെങ്ത്. നമ്മളുടെ കുറഞ്ഞു പോകുന്ന ഒരു കോഷ്യൻ്റാണിത്, സ്പിരിച്വൽ കോഷ്യൻ്റ്. ആത്മീയമായിട്ടുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ വിശ്വാസം എനിക്ക് മതിയായത്, ഏത് പ്രതിസന്ധിയിലും ഞാൻ തളരില്ല. ഇത് നമുക്ക് കൈമോശം വന്നു പോയിരിക്കുന്നു. എവിടെയൊക്കെയോ നമ്മൾ അതരം കൊണ്ട് പറയുന്നുണ്ടായിരിക്കാം, നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം, നമ്മളെ പ്രസംഗിക്കുന്നുണ്ടാവാം, പാട്ട് പാടുന്നുണ്ടാവാം, സ്തോത്രം പറയുന്നുണ്ടാവാം, പക്ഷെ ഉള്ളിൽ ആ വിശ്വാസം വരുന്നില്ല. ഉള്ളിൽ ആ വിശ്വാസം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എന്തായിരിക്കും? സെക്യൂറായിരിക്കും. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഒരു എനിക്കൊന്ന് ഒരു പുഴയോ മറ്റോ, പുഴയാണോ എന്ന് എനിക്കറിയില്ല, അതിങ്ങനെ റോഡോളം ഇങ്ങനെ കയറി നിൽക്കുക. അപ്പം ഞാൻ ഡാലിനോട് പറഞ്ഞു, ഡാലിനെ തിരിച്ചു പോകുമ്പോൾ വഴി കാണുമോ? അപ്പോൾ എൻ്റെ ഉള്ളിലൊരു കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു. വഴി കാണാതെ എന്താ പറയുന്നത്, കണ്ടത്തിലോട്ട് വണ്ടി മറിഞ്ഞു, ശ്വാസം മുട്ടിയ ആൾ മരിച്ചു. പെട്ടെന്ന് ആ ഇമേജ് എൻ്റെ തലയിൽ കൂടെ പോയി. കാരണം നമ്മുടെ തല അങ്ങനെ കഥയുണ്ടാക്കും. എന്തെങ്കിലും ഒരു ഇമേജ് കാണുമ്പോൾ വേറൊരു ഇമേജുമായിട്ടത് കണക്ട് ചെയ്യും. അപ്പം എനിക്കൊരു ചെറിയ, നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു ഇത് വരുമല്ലോ, ഇൻസെക്യൂർ ഫീലിംഗ്. ഉടനെ ഞാൻ പറഞ്ഞു, ഐ എം സേഫ് ഇൻ മൈ ഗോഡ്സ് ഹാൻഡ്. എൻ്റെ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഞാൻ സേഫാണ്, അല്ലേ? അതിൽ കൂടിയ വലിയൊരു ആശ്വാസം വേറെ എന്താ? പക്ഷേ അത് ഫീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സ്വിച്ചിട്ട പോലെ വരുന്ന സാധനമാണോ? അല്ല. നമ്മൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറ്റിപ്പോയ പ്രശ്നം അതാണ്. ഒരു ദിവസം കൊണ്ട് പോകുമ്പോൾ, നമ്മൾ ഹോസ്റ്റലിലോട്ട് പോകുമ്പോൾ ബൈബിള് കൊടുത്തിട്ട് കാര്യമില്ല, വീട്ടിൽ ബൈബിള് വായിക്കണം. എവിടെങ്കിലും പോകുമ്പോൾ ബാഗിനകത്ത് ബൈബിള് തിരികെ കയറ്റിയിട്ട് കാര്യമില്ല, ഇതിനകത്ത് അനുഭവം എനിക്ക് ഉള്ളിലുണ്ടായിരിക്കണം. എൻ്റെ വീടിനകത്തുനിന്ന് പൈതൃകങ്ങളെ കൊടുക്കണം, എൻ്റെ വീടിനകത്തുനിന്ന് വിശ്വാസം കൊടുക്കണം. നമ്മളുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളും ഒക്കെ ആ വിശ്വാസത്തിൽ, ചിലരൊക്കെ വിശ്വാസത്തിൽ കുറച്ച് ലോലമായിരിക്കും, പക്ഷേ അമ്മാമ്മയുടെ വിശ്വാസം കണ്ട് ഞാൻ ഇന്നും നിലനിൽക്കുന്നു. അമ്മാമ്മയാണ് എൻ്റെ പ്രതിസന്ധിയിൽ വിശ്വാസത്തെ എനിക്ക് തെളിയിച്ചു തന്നത്, അതുകൊണ്ട് ഞാൻ ഇന്നും നിലനിൽക്കുന്നു എന്ന് ആരെങ്കിലും നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതുമാത്രമാണ് നമ്മൾ ലീഡറായി ഇരിക്കുന്നത് കൊണ്ടുള്ള ഒരു ശ്രേഷ്ഠത. ഒരാത്മാവിനെയെങ്കിലും നേടാൻ സാധിച്ചു. അപ്പം നമുക്ക് ഒരു നല്ല മനുഷ്യനായി, ഒരു നല്ല ലീഡറായി പോകണമെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ കോഷ്യൻ്റ് ഈസ് എസെൻഷ്യൽ. നമുക്ക് പഠിത്തമുണ്ടായിട്ടോ, നമുക്ക് നല്ല വൈകാരിക ബുദ്ധി ഉണ്ടായിട്ടോ, നമുക്ക് നല്ല കഴിവുകൾ ഉണ്ടായിട്ടോ ഒക്കെ അതൊക്കെ ഫലപ്രദമാകണമെങ്കിൽ എന്തിന്? വിശ്വാസമുണ്ടെങ്കിൽ നമ്മളുടെ കഴിവുകേടുകൾ പോലും കഴിവുകളായിട്ട് മാറും. ഇപ്പോൾ 5 സ്റ്റാറിൻ്റെ ഒരു പരസ്യമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 5 സ്റ്റാറിൻ്റെ ഒരു പരസ്യം. ഒരു അമ്മൂമ്മ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, ഒരു ബെഞ്ചിലിരിക്കുകയാണ്. അമ്മൂമ്മയുടെ വടി താഴെ വീഴും. അപ്പോൾ അവിടെ നിൽക്കുന്ന പയ്യനോട് പറയും അതൊന്ന് എടുത്തു തരാൻ പറയും. അവനിങ്ങനെ 5 സ്റ്റാർ ഇതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക, എടുത്തൊന്നും കൊടുത്തില്ല. അമ്മൂമ്മ വടിയെടുക്കാൻ കുനിയുമ്പം മുകളിലത്തെ ബിൽഡിങ് താഴെ വീഴും. അപ്പോൾ പറയും, മോനെ കാര്യമായി, നീ എനിക്ക് എടുത്ത് തരാതെ ഇരുന്നോണ്ട്. അവരുടെ പരസ്യം എന്താണെന്ന് ചോദിച്ചാൽ ചിലതൊക്കെ ചെയ്യാതിരുന്നോ, എൻജോയ് 5 സ്റ്റാർ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മുടെ ചില കഴിവുകേടുകളെ പോലും കഴിവാക്കാൻ എന്തിന് കഴിയുമെന്നറിയാമോ? വിശ്വാസ ജീവിതത്തിന് കഴിയും. അപ്പോൾ ആ ലീഡേഴ്സ് നമ്മളുടെ ഈ വിശ്വാസ ജീവിതം വരുമ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. മറ്റുള്ളവരുടെ കുറവുകളോട് കൂടെ ചേർന്ന് അവരെ അംഗീകരിക്കാൻ. എനിക്കൊരു സ്ത്രീയെ അറിയാം, പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ
ഒരു ഗവൺമെൻറ് ഒഫീഷ്യലാണ്. പുള്ളിക്കാരത്തിയുടെ വീട്ടിൽ ചെന്നാൽ വീട് സ്വർഗമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ഗാർഡൻ ആയാലും ഓരോ സ്പേസുകളാണെങ്കിലും. 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അവരെ പോലെ നല്ല, ഞാൻ ഇത്രയും ഒരു വിനയമുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല. പഠിക്കാനായാലും ഇവർ 3 പേരുടെ മുഖത്ത് എപ്പോഴും ഇല്ലേ ട്യൂബ് ലൈറ്റ് കത്തിച്ച പോലുള്ള ചിരിയ. ഒരു വിഷമിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ആ വീട്ടിലെ ഗ്രഹനാഥൻ എന്ന് പറയുന്നത് പലപ്പോഴും പുള്ളിയുടെ കാല് നേരെ നിൽക്കത്തില്ല, 4 കാലിലാണ്. സാധാരണഗതിയിൽ 4 കാലിൽ നിൽക്കുന്നവരുടെ വീട് എങ്ങനെ അല്ലേ? ഒരവസരമെങ്കിലും അവിടെ കേൾക്കും. ഞാൻ പുള്ളിക്കാരത്തിയോട് ചോദിച്ചു, എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു? എന്നോട് പറഞ്ഞതാ, കൊച്ചുമ്മേ ഞാൻ ആ പുള്ളിയെ അതുകൂടെ ചേർത്താ, എന്നോട് പറഞ്ഞതാ, കൊച്ചുമ്മേ ഞാൻ ആ പുള്ളിയെ അതുകൂടെ ചേർത്തിട്ടാ സ്നേഹിക്കുന്നേ, അതുകൂടെ ചേർത്താ സ്നേഹിക്കുന്നത് എന്നും പറഞ്ഞ് കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവല്ല. പുള്ളിക്കാരത്തി പോവാത്ത ഡി അഡിക്ഷൻ സെൻ്ററുകളില്ല. പോവും, അറ്റൻഡ് ചെയ്യും, വരും, പിന്നെയും കുറച്ചാൾ കഴിയുമ്പം സ്ലിപ്പാവും. ഒരു രോഗിയാണ് പുള്ളി. പക്ഷെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടെ കൊണ്ടുവന്ന് എനിക്ക് വിശ്വാസമുണ്ട് ആ പുള്ളി മാറും, ഇന്നല്ലെങ്കിൽ നാളെ മാറും. പക്ഷേ ആ പ്രതിസന്ധിയിലും ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ പറയും ഷീസ് എ ഗുഡ് ഹ്യൂമൻ ബീങ് ആസ് വെൽ ആസ് ഷീസ് എ ഗുഡ് ലീഡർ. ഈ ഒരു ലീഡർഷിപ്പാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം നമ്മളുടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ബന്ധങ്ങൾ ബന്ധനങ്ങളാകാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല ഉൾക്കാഴ്ചയുള്ളവരായിട്ട് മാറണം. നമുക്കെല്ലാവരെയും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. വിത്ത് വീക്ക്നെസ്, അവരുടെ നെഗറ്റീവുകളോട് ചേർന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പം അതിനാദ്യം വേണ്ടുന്നത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളുടെ വീക്ക്നെസ്സിനെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളോട് ക്ഷമിക്കുക, നമ്മളോട് പൊറുക്കുക. ഓക്കെ, സോ അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ലീഡേഴ്സായി മാറാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുക, മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടോ പേരൻറ്റിങ്ങോ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോം ഉണ്ട്. ആത്മാ മൈ മൈൻഡ് മൈ കെയർ എന്ന് പറയുന്ന യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസൊക്കെ കാണാവുന്നതാണ്. താങ്ക് യു. ആർക്കും സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് സമയം അതിക്രമിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 2 മിനിറ്റ് ഉപയോഗിക്കാവുന്നതാണ്. നമ്പറോ? എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ പറയാം, പക്ഷേ വിളിച്ചാൽ കിട്ടത്തില്ല. നിങ്ങൾ വാട്സപ്പ് മെസ്സേജൊക്കെ ഇട്ടാൽ കിട്ടും. ഒഫീഷ്യൽ നമ്പറിൻ്റെ കാർഡ് ഞാൻ തരാം. പേഴ്സണൽ നമ്പർ വേണ്ടുന്നവർ നോട്ട് ചെയ്തോ. വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ ചിലപ്പോൾ മിക്കവാറും ഞാൻ കണക്റ്റ് ആവും. വിളിച്ചാൽ ഇതുപോലെ ക്ലാസ്സിലോ സെഷൻസിലോ ഒക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല. പേഴ്സണൽ നമ്പർ 8129 333 114. കിട്ടിയോ എല്ലാവർക്കും? 8129 333 114. വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ കണക്റ്റ് ആകാം. ബാക്കി ഒഫീഷ്യൽ നമ്പേഴ്സ് വേണ്ടുന്നവർക്ക് ഞാൻ കാർഡ് തരാം.